നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമലയിലെ പൊന്നടിച്ചു മാറ്റിയ സംഘത്തിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായി. ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളിയിൽ നിന്ന് പോറ്റിയും സംഘവും തട്ടിയെടുത്തത് 2 കിലോയോളം സ്വർണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. തങ്കത്തിൽ പൊതിഞ്ഞ പാളികൾ ചെമ്പാണെന്ന് വ്യാജരേഖയുണ്ടാക്കി സ്വർണം പൂശാൻ കൊണ്ടുപോയി. സ്വർണം വേർതിരിച്ചെടുത്ത് പകരം 50 പവൻ സ്വർണം പൊതിഞ്ഞ് തിരികെ എത്തിച്ചു. നാട് നീളെ കൊണ്ടു നടന്ന് വിശ്വാസികളിൽ നിന്ന് പിരിച്ചു. ഈ വർഷം വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയി. ഇപ്പോൾ പ്രതിസ്ഥാനത്ത് പോറ്റിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയും. സന്നിധാനത്തെ വൻ സ്വർണ്ണക്കൊള്ള പുറത്തു വരുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ രാത്രിയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ശബരിമല സന്നിധാനത്ത് നടന്ന സ്വർണ്ണക്കൊള്ളയുടെ പ്രാഥമിക വിവരങ്ങളാണ്. നേരത്തെ ഹൈക്കോടതി കണ്ടെത്തിയതുപോലെ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം സ്വർണം പൂശിയ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അത് 2025 വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയതോടെയാണ് ഈ വിവരം പുറത്തു വന്നത്. അതിൽ 2019 സ്വർണം പൂശാനായി കൊണ്ടുപോയത് തങ്കത്തിൽ പൊതിഞ്ഞ ചെമ്പുപാളികളാണ് എന്ന കണ്ടെത്തൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. തിരികെ എത്തിച്ചത് അതിൽ നിന്ന് വളരെ കുറച്ച് സ്വർണം മാത്രം പൂശിയ ചെമ്പുപാളികൾ ആണെന്നാണ്. അതായത് 2019 സ്വർണം പൂശാനായി കൊണ്ടുപോയത് 2 കിലോയോളം സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ ആയിരുന്നു. തിരികെ എത്തിച്ചതാകട്ടെ 50 പവൻ സ്വർണം മാത്രം പൂശിയ ചെമ്പുപാളികൾ. ഇതാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്ന് സ്വർണ്ണപ്പാളികൾ ശബരിമല സന്നിധാനത്തെ ദ്വാരപാലകരുടെ ശില്പങ്ങളിൽ ഘടിപ്പിക്കുന്നതാണ്. ഇന്ന് വൈകിട്ടാണ് ഈ ചടങ്ങ് നടന്നത്. ഈ സ്വർണ്ണപ്പാളികൾ കഴിഞ്ഞ മാസം ചെന്നൈയിലേക്ക് കൊണ്ടുപോയതാണ്. അതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ ഭരണസമിതി നൽകിയത്. അപ്പോഴാണ് ഹൈക്കോടതി ഈ വിവരം അറിഞ്ഞതും ഈ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കാൻ നിർദ്ദേശം നൽകിയതും അങ്ങനെ ചെന്നൈയിൽ നിന്ന് തിരികെ എത്തിച്ചതും. അത് ശബരിമലയുടെ സ്ട്രോങ് റൂമിൽ ഇരിക്കുകയായിരുന്നു. ഇന്ന് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്ന സമയത്താണ് ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും ദ്വാരപാലകരുടെ ശില്പത്തിന്മേൽ ഘടിപ്പിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവാദമായത് ഈ സ്വർണ്ണപ്പാളികളാണ്. ഈ സ്വർണ്ണപ്പാളികൾ നേരത്തെ സ്വർണ്ണ പ്ലേറ്റുകൾ കൊണ്ട് അലങ്കൃതമായിരുന്നു. അവയാണ് അടിച്ചു മാറ്റിയത്. അതിൽ 2 കിലോയോളം സ്വർണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 50-51 പവൻ സ്വർണം മാത്രമാണ് ഈ പാളികളിൽ ഉള്ളത് എന്ന കണ്ടെത്തലാണ് വന്നിരിക്കുന്നത്. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പുറത്തു വരാൻ ബാക്കിയാണ്. നിലവിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. 10 പ്രതികളാണ് ഉള്ളത്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ഭരണസമിതിയും ഉൾപ്പെടും. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഏതാനും ചില ഉദ്യോഗസ്ഥരും മാത്രമായി ഈ തട്ടിപ്പിന്റെ കഥകൾ ഒതുങ്ങി നിൽക്കുമോ അതോ ഇതിലെ ഉന്നതർ കുടുങ്ങുമോ എന്നുള്ളതാണ്. കാരണം അത്ര വലിയ സ്വർണ്ണക്കൊള്ളയാണ് നടന്നത്. ഇക്കാര്യം ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിച്ചതാണ്. ഇപ്പോൾ SITയും പ്രത്യേക അന്വേഷണ സംഘവും ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് ശ്രീ ഷാജി രാഘവൻ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ അനിൽ വിളയിൽ, ശ്രീ MK ഹരിദാസ് എന്നിവരാണ്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട്, അതൊരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൂടി ആണല്ലോ. എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കാളിത്തം, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. ഹൈക്കോടതി അന്ന് ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചപ്പോൾ അതിലും ചൂണ്ടിക്കാണിച്ചിരുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്വർണത്തിന്റെ കണക്കുകളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ട്. 1.5 കിലോ സ്വർണം എന്നുള്ളത് 2 കിലോയോളം, സുമാർ 2 കിലോയോളം സ്വർണമായിരുന്നു 2 ദ്വാരപാലക ശില്പങ്ങളിലുമായിട്ട് 2019 വരെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ചെമ്പുപാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം പൂശാൻ കൊണ്ടുപോയി. തിരികെ എത്തിച്ചപ്പോൾ 394 ഗ്രാം സ്വർണം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്ന് പറയുമ്പോൾ ഏകദേശം 50 പവനോളം സ്വർണം മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. ബാക്കി വേർതിരിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെ അന്നത്തെ ആ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി നാട് നീളെ നടന്ന് വിശ്വാസികളിൽ നിന്ന് പിരിച്ചു, സ്വർണം വാങ്ങി, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഈ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഒരു ഗൂഢാലോചന എന്നുള്ളതാണ്. പക്ഷേ ഇവരിൽ ഒതുങ്ങുമെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുകയില്ല കേട്ടോ. അത് ഏത് രീതിയിലുള്ള അന്വേഷണം നടന്നാലും നമ്മുടെ ഏത് ബുദ്ധി ഉപയോഗിച്ച് നോക്കിയാലും അതിൽ ഒരു വലിയ ഗൂഢാലോചന നടക്കുമ്പോൾ ഈ ദേവസ്വം ഭരണസമിതിയൊക്കെ അതിൽ പങ്കാളികളാണ്. അത് 2019
2025 ശ്രീ റെജി ലൂക്കോസ്? മഞ്ജുഷ, വളരെ തൃപ്തികരമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു അന്വേഷണമാണ് SIT നടത്തുന്നുള്ളവരെ ഇതിനോടകം തന്നെ വെളിവായി കഴിഞ്ഞു. ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് റിമാൻഡ് പോലീസിന് വിട്ടുകൊടുത്ത് പ്രത്യേക കസ്റ്റഡിയിൽ ആക്കിയ കോടതി വിധിയുടെ പിന്നെ ശേഷം പുറത്തു വന്ന് അയാൾ പറഞ്ഞത് തന്നെ കുടിക്കിയവരൊക്കെ ഈ അന്വേഷണ ഏജൻസി കണ്ടെത്തും, തന്നെ കുടിക്കിയവർ നിയമത്തിന് മുമ്പിൽ വരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ കുടിക്കിയവർ ആരൊക്കെയാണെന്നുള്ളൊരു ആകാംക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതോ എന്നൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് നമ്മൾ പറയേണ്ട കാര്യമില്ല. കുടുക്കിയതല്ലോ, അത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നുള്ള കാര്യം തന്നെയാണല്ലോ. അത് കുടുക്കി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുണ്ടായിരുന്നു, അവരൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് പോറ്റി ഉദ്ദേശിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ഞാനത് നിഷേധിക്കുന്നില്ലെന്നേ. അയാൾ കുടിക്കുന്നു പറഞ്ഞാൽ അയാൾ കുടിക്കുന്നതാണോ, അയാൾ കുടിക്കുന്നത് അയാൾ കൊടുക്കാനുള്ള സാധ്യത കൂടുതൽ. കാരണം ശബരിമലയായിട്ട് വിദൂര ബന്ധം പോലും ഇല്ലാതെ നുഴഞ്ഞു കയറി ശബരിമലയിലെത്തി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് സ്വർണ്ണം അടിച്ചെടുത്തത്. അതും ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ ഭഗവാന്റെ സ്വർണം, പാവപ്പെട്ട പിന്നെ തീർത്ഥാടകർ നൽകുന്ന ഭക്തർ നൽകുന്ന സ്വർണം, അത് തട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇയാൾക്ക് പിന്തുണ നൽകിയ ആരാണ്? അതിന് ഇപ്പൊ ബോർഡൊക്കെകളോ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ടോ? ഏതായാലും അത്തരം കാര്യങ്ങള് വെളിയിൽ വരുന്നതായിരുന്നു യാതൊരു തർക്കമില്ല. കാരണം വെച്ചാൽ SIT-യുടെ നിരീക്ഷണ വലയത്തിൽ അല്ലെങ്കിൽ അവർ ചോദ്യം ചെയ്തിരിക്കുന്നതിനകത്ത് ഈ മദ്രാസിലെ സ്വർണം പൂശിയ സ്ഥാപനമുണ്ട്, അതുപോലെ തന്നെ വിജയമല്യ സ്വർണം വാങ്ങിച്ച ജൂബിലറി ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്. അവിടെ എല്ലാം പോയി അവർ അന്വേഷിച്ചിട്ട് ആദ്യഘട്ടങ്ങളിൽ ഇതെല്ലാം നിഷേധിച്ച പോറ്റിക്ക് തെളിവുകൾ സഹിതം അവർ അദ്ദേഹത്തിന് ചോദ്യം ചെയ്തപ്പോൾ വെളുപ്പിനെ 3 മണിക്കാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളേക്ക് പറയേണ്ട സാഹചര്യം വന്നു. ഇനിയും അയാളിൽ നിന്ന് ഒരുപാട് കൊള്ളകളുടെ കഥകൾ പുറത്തു വരുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത് ആര് കൂട്ടുനിന്നാലും, കാരണം ലക്ഷക്കണക്കിന് ആളുകളുടെ ആരാധ്യ കേന്ദ്രം, മതേതരമായ ഒരു സ്ഥാപനത്തിൽ ഭഗവാന് അർപ്പിക്കുന്ന കാണിക്കയും അതിന് ചാർത്തിരിക്കുന്ന സ്വർണങ്ങളൊക്കെ ഒരുത്തം വന്ന് ചുമ്മാ അടിച്ചോണ്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ ഇതിൽ ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ട് തന്നെ വായിച്ചു നോക്കുമ്പോൾ ശ്രീ റെജി ലൂക്കോസ്, ഈ അന്വേഷണം എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയുണ്ട്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുമ്പോൾ അവിടെ ഈ അന്വേഷണ സംഘത്തിന്റെ തലയ്ക്ക് മുകളിൽ കുറെ ആളുകളുണ്ട്. ഈ 2 കിലോയോളം സ്വർണമുള്ള ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ അത് ഒരാൾക്ക് കൊടുത്തുവിട്ടു എന്നൊക്കെ പറയുമ്പോൾ, സ്വർണം പൂശാനായി ചെമ്പാണെന്ന് പറഞ്ഞു കൊടുത്തുവിട്ടു എന്നൊക്കെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ഇവരിലേക്കൊക്കെ സംശയമുന നീളാം. പക്ഷേ ഈ അന്വേഷണ സംഘം എങ്ങനെ അവരിലേക്ക് എത്തും? കാരണം ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് മുകളിലുള്ളത്. സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥരിൽ ഒതുക്കി നിർത്തുക എന്നുള്ള ലക്ഷ്യമായിരിക്കും അവർക്കുമുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ദോഷം ചെയ്യും. അപ്പോൾ അവരൊക്കെ ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ അന്വേഷണം എങ്ങോട്ട് പോകുവാനാണ്? ഈ ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങുമെന്ന് തന്നെയാണ്. അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നിങ്ങളത് ഇടയ്ക്ക് കയറി ഇടപെടരുത്. ദയവായിട്ടൊരു പ്രത്യേകമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പീഡനം കാണാനില്ല നമ്മൾ പരാതി കൊടുത്തു. ഈ കള്ളം തന്നെയാണ്. കള്ളം പരാതി കൊടുത്തതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പൊ കോടതി ഇടപെട്ട് ഈ സാധനം കണ്ടുപിടിക്കുകയും ഈ അന്വേഷണത്തിലേക്ക് വരികയും ചെയ്തത്. കോടതി അപ്പോഴല്ലേ ഇടപെട്ടത് രാഖി രാമാനം വീണ്ടും ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ കടത്തിയപ്പോഴാണ്. ഞാൻ 2019 കാര്യമല്ല, 2025 കഴിഞ്ഞ മാസം വീണ്ടും കടത്തിയ സമയത്ത് ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലത്ത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞ് നല്ലപിള്ള ചമയുന്ന ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലത്ത്. അല്ല, അതൊന്ന് ഞാനൊന്ന് പൂർത്തിയിരിക്കട്ടെ. മഞ്ജുഷ ദയവായിട്ടൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക ഒരു മിനിറ്റ് നേരത്തേക്ക്. അപ്പൊ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് നടക്കുന്നതിന് 3 ദിവസം മുമ്പാണ് ഈ വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തലാണ് നടന്ന ഉടനെ തന്നെ 10 മിനിറ്റിനുള്ളിൽ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അത് ഏറ്റുപിടിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നു. അപ്പൊ ഇതാരാണ് ഇതിന് പിന്നിൽ? രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, അതോ കൊള്ള തന്നെയാണോ ലക്ഷ്യമുള്ളത്? ഇതെല്ലാം തിരിച്ചറിയണ്ടേ നമ്മൾ? അല്ലല്ല, അതൊക്കെ ഇനി പറയല്ലേ ഈ പ്രതിപക്ഷ നേതാവിന്റെ പങ്കാളിത്തം, എന്തിന് അയ്യപ്പ സംഗമ സമയത്ത് ഇതൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇനി അതിനകത്തൊന്നും ആ കാര്യത്തിലേക്ക് പോകുവാനേ പറ്റുകയില്ല. കാരണം അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ നിങ്ങളുടെ വെറും ആരോപണം മാത്രമായിരുന്നു. അന്ന് കണ്ടില്ലേ അയ്യപ്പ സംഗമം മുടക്കാൻ വന്നവർ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ എന്ത് സംഭവിച്ചു? വിജിലൻസിന് പോലും മറിച്ചൊരു കണ്ടെത്തൽ നടത്താൻ കഴിഞ്ഞില്ല. അവിടെ കൊള്ള തന്നെയാണ് നടന്നത് എന്ന കാര്യം വ്യക്തമായി ദേവസ്വം വിജിലൻസിന്, ഹൈക്കോടതിക്ക് ബോധ്യമായി. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ റിപ്പോർട്ട്, ഈ പോറ്റിയെ പിടികൂടുന്ന സമയത്തുള്ള ഈ റിമാൻഡ് റിപ്പോർട്ടിലും അതേ കാര്യം പറയുന്നു. നടന്നു അവിടെ സ്വർണ്ണക്കൊള്ള. ഇനി ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ ഇത് തെറ്റായ ആരോപണമായിരുന്നു. ഒരു പീഠം കാണാതായതിനെ കുറിച്ചല്ലേ വന്നത്. പീഠം കാണാതായതൊക്കെ മറ്റു കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ 2025 ഈ ദേവസ്വം ബോർഡിന്റെ കാലത്ത് വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതോടെയാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇത് വന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇത് ഈ കഴിഞ്ഞ 6 വർഷത്തെ കാര്യം ആരും അറിയാൻ പോകുമായിരുന്നില്ല. അവിടുത്തെ കുറെ ഉദ്യോഗസ്ഥരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അല്ലാതെ. അല്ല, മോഷണം എത്ര നാൾ മൂടി വെച്ചാലും അത് ഒരു നാൾ ഈ മോഷണം കണ്ടുപിടിക്കപ്പെടും. അത് ലോകത്തിൽ ഒരു മോഷണവും ആത്യന്തികമായിട്ട് രക്ഷപ്പെട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. മോഷണം ആര് നടത്തിയാലും അത് എവിടെയെങ്കിലും ഒരു തെളിവിന്റെ പേരിൽ വർഷങ്ങൾക്ക് ശേഷമായാലും
അവർ പിടിക്കപ്പെടും. അത് യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഞാൻ പ്രതിപക്ഷാധാര പ്രതിക്കൂട്ടിലൊന്നും കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതിനകത്തിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടോ നമ്മൾ മനസ്സിലാക്കണം. കാരണം വിജയ് മല്യ സമർപ്പിച്ചത് നിങ്ങൾ ഈ പറഞ്ഞ 2 കിലോയൊന്നും അല്ല. ഏതാണ്ട് 30 കിലോയുടെ മുകളിൽ അയാൾ സമർപ്പിച്ചതായിട്ട് അന്നത്തെ വാർത്തകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ആ സമർപ്പണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അന്നത്തെ തന്ത്രി ഇപ്പോഴത്തെ തന്ത്രി, ആ തന്ത്രി ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, ഈ പറഞ്ഞ മറ്റുള്ളവരും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി നമ്മൾ ഇതിനകത്ത് അന്വേഷിച്ചിട്ട് വരണം. ഞങ്ങളൊക്കെ അതാ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ 2 കിലോയുടെ സ്വർണ്ണം പിന്നെ അയാൾ വീതം നൽകി ഉദ്യോഗസ്ഥന്മാർ കൊടുത്തെന്ന് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അന്വേഷണ ഏജൻസിക്ക് ഇയാൾ നൽകിയ മൊഴികൾ മുഴുവനൊന്നും മാധ്യമങ്ങൾക്ക് വരത്തില്ല. അതിൽ ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ കുടുക്കി വരുന്ന ആദ്യം പറയാൻ കാരണം. ആരൊക്കെയാണ് ഇയാളുമായിട്ടുള്ള കുടുക്കിൽപ്പെട്ടിരിക്കുന്നത്? ഇയാൾ കുടിക്കുന്നതാണോ അതോ ഇയാളെ കുടിക്കുന്നതാണോ? ഇയാളെ കുടിക്കുന്നതാണോ? യാതൊരു സംശയമില്ല. അതിൽ ആരൊക്കെയുണ്ട്? അതിൽ ദേവസ്വം ബോർഡ് മെമ്പർമാരുണ്ടോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റുണ്ടോ? ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ്? ഇതൊക്കെ അന്വേഷിക്കാനായിട്ടാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു അന്വേഷണത്തിന് ആർക്കും തടയാൻ പറ്റത്തില്ല. കാരണം ഹൈക്കോടതി ഡയറക്റ്റ് നിരീക്ഷണത്തിന്റെ അന്വേഷണം തന്നെയുമല്ല, കേരളത്തിന്റെ DGP കക്ഷിയാക്കിയിട്ടുണ്ട്, ദേവസ്വം ബോർഡിനെ ഇതിനകത്ത് പ്രതിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, സർക്കാരിനെ നിങ്ങൾ പഴിയാൻ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ചർച്ച ശ്രമിക്കേണ്ട കാര്യമില്ല. ഈ ഗവൺമെന്റ് ഇല്ലാത്ത സമയത്ത് അവിടെ കൊള്ള നടന്നിട്ടുണ്ട്. ഈ ശരി. പക്ഷേ ഈ കൊള്ള നടന്നത് 2019 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിലാണ്. കാരണം അതല്ലായിരുന്നുവെങ്കിൽ 2019 മുൻപ് തന്നെ അവിടെ നിന്ന് സ്വർണം കാണാതായി എന്ന രീതിയിലുള്ള അന്വേഷണ കണ്ടെത്തലുകൾ വരണമായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു അന്വേഷണ കണ്ടെത്തൽ വന്നിട്ടില്ല. 2019 അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത സമയത്ത് അവയിൽ സ്വർണം തന്നെയായിരുന്നു എന്ന് ഇപ്പോഴത്തെ എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാഥമിക അന്വേഷണത്തിൽ SITയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 2 കിലോയോളം സ്വർണം 2019 ആ പാളികളിൽ ഉണ്ടായിരുന്നു. അത് ഇയാൾ കൊണ്ടുപോയി അത് വേർതിരിച്ചെടുത്ത് ഇതാരും അറിയാതിരിക്കാൻ ഒരു 394 ഗ്രാം സ്വർണം അതിൽ പൂശി തിരികെ കൊണ്ടുവച്ചു എന്നാണ്. അതിനിടയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകാർക്കൊന്നും ഇത് കണ്ടിട്ട് പോലും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. കാരണം ചെറിയ വ്യത്യാസം എന്തായാലും ഉണ്ടാകുമല്ലോ. ഫോട്ടോകൾ നോക്കിയാൽ പോലും ആ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ കണ്ണിന് കാണുമ്പോൾ എന്ത് വ്യത്യാസം ഇല്ല എന്ന് എങ്ങനെ തോന്നി എന്നുള്ളത് ഈ കൊള്ളയ്ക്ക് ഇവരൊക്കെ കൂട്ടുനിന്നു എന്നതിന് ഉദാഹരണമാണ്. എന്തായാലും 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പത്മകുമാർ ചെയർമാനായിട്ടുള്ള, അന്ന് ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ആ ഭരണസമിതി എങ്കിലും ഇതിൽ പ്രതിയായിട്ടുണ്ട്. ആശ്വാസം. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ എന്തിനു ഒഴിവാക്കി എന്ന കാര്യം ബാക്കി നിൽക്കുകയാണ്. ശ്രീ ഷാജി രാഘവൻ, എന്തുകൊണ്ടാണ് ഇന്ന് ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചപ്പോൾ അതവിടെ സ്ഥാപിക്കരുത് എന്ന് നിങ്ങൾ പറയാൻ കാരണം? തൊണ്ടി മുതൽ എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നോക്കൂ മഞ്ജുഷേ, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് പല ചാനലിൽ കയറുന്നുണ്ട്. 2-3 ദിവസം വരെ വളരെ സജീവമായിട്ട് CPM-ന്റെ വളരെ ശക്തമായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ചർച്ചകളിൽ കാണാറുണ്ടായിരുന്നു. ശ്രീ റെജി ലൂക്കോസ് ഈ കാര്യങ്ങൾ പറയാൻ ഒട്ടും മോശം ആണ് എന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങനെ ധരിക്കുകയും വേണ്ട. പക്ഷെ പലരെയും കാണുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്തെന്നറിയോ? ഇന്നിപ്പോ അറസ്റ്റിലായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കാര്യം പറഞ്ഞു. 3 വട്ടം അയാൾ ആവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞത്, എന്റെ പുറകിലുള്ളവര് ഏറ്റവും താമസിയാതെ നിയമത്തിന് മുമ്പിൽ വരും, അല്ലെ എന്നെ കുടുക്കിയവര് ഇതിന്റെ മുമ്പിൽ വരും. ഇതിന് തൊട്ടു മുമ്പ് ഇതിന് സമാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, ശ്രീ പത്മകുമാറാണ്. അദ്ദേഹം ഏതാണ്ട് കുറ്റങ്ങളൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ മാത്രമല്ല ദൈവതുല്യരായ പലരും ഉണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. വേറൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടത് ശ്രീ V ഗോപാലകൃഷ്ണൻ IPS. അദ്ദേഹം മുൻ ദേവസ്വം വിജിലൻസ് ഓഫീസറായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ശബരിമല ഇത്ര കണ്ട് മോഷണം നടത്താനുള്ള സാഹചര്യം അദ്ദേഹം അക്ക വിട്ട് പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ഡൊമൈനിലുണ്ട് ഇപ്പോഴും. അത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്നറിയോ? നമുക്കറിയാം, നമ്മുടെ ഡെമോഗ്രഫിയിൽ കേരളത്തിൽ 50% വരുന്ന ഒരു പ്രബല വിഭാഗത്തിന്റെ ആരാധനാലയത്തിലെ തോന്നിവാസങ്ങളാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതെന്നേ. വേറെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ദേവാലയത്തിലെ ചർച്ച അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ? അതിനെ എത്ര ലാഘവത്തോടു കൂടിയാണ് ഭരിക്കുന്ന ഗവൺമെന്റ് ആയാലും ബഹുമാന്യനായ റെജി ലൂക്കോസ് ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഇതിനിടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടു, അദ്ദേഹം തിരുത്താം, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഒരു മതേതര ടെമ്പിൾ എന്ന് പറയും. സാർ, ഞാൻ പത്തനംതിട്ടക്കാരനാണ്. നിങ്ങൾ കഴിഞ്ഞ സംഗമം നടക്കുന്ന സമയത്തും പറയുന്നുണ്ടായിരുന്നു ഇതൊരു മതേതര സ്ഥാപനമാണെന്നുള്ള ഒരു വ്യാഖ്യാനം. സാർ, ഇത് എങ്ങനെയാ സാർ മതേതര സ്ഥാപനമാകുന്നത്? സാർ, ഞാൻ എൻ്റെ കുഞ്ഞിലെ തൊട്ട് ഞാൻ റോഡിൽ ഇറങ്ങി നിന്നാൽ ശബരിമലയിലേക്ക് വൃശ്ചികം 1 തൊട്ട് ധാരാളം അയ്യപ്പന്മാർ പോന്ന് കാണുന്നുണ്ട്. അവരുടെ പെർഫോമൻസ്, അവരുടെ രീതി, അവരുടെ വസ്ത്രം, അവരുടെ ശരണം വിളികള് ഇവിടെ എങ്ങും സാർ ഇതൊരു കൃത്യമായി ഒരു ഹിന്ദുവിൻ്റെതായ ഒരു ദേവാലയമല്ലേ അത്? നിങ്ങൾ ഈ മതേതരം എന്നിപ്പൊ ചേർക്കാൻ ശ്രമിക്കുന്ന എന്തിനെന്നറിയുമോ? ഈ കള്ളത്തരമൊക്കെ കാണിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് ഇത്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായത്. അതുകൊണ്ട് അങ്ങനൊന്നും നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കണ്ട.
ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കാര്യത്തില് 2018 ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയിൽ തുടങ്ങി അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന ശ്രീ പത്മകുമാർ വന്ന്, പിന്നീട് വന്ന ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ വാസു, അവിടം തൊട്ടും നിലവിലുള്ള ഈ പ്രശാന്തും വാസനും വരെ ഈ പറയുന്ന 4-4.5 കിലോ സ്വർണത്തിന്റെ മോഷണം മാത്രമാണ് നമ്മളിപ്പോ പറയുന്നത്. ഈ വളരെ ശരിയായിട്ട് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞു, 10-30 കിലോ 1998-99 ശ്രീ വിജയമല്യ ശ്രീകോവിലിന്റെ അങ്ങ് മേൽക്കൂര മുതലങ്ങ് എല്ലാ ഭാഗത്തും സ്വർണ്ണ പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട് അവിടെ. അതില് കൃത്യമായി പറഞ്ഞ ദ്വാരപാലകന്റെയും അതേപോലെ തന്നെ ശ്രീകോവിലിന്റെ മുൻപിലെ പാളികൾ അല്ലെങ്കിൽ കട്ടിളയിലെ മാത്രമേ അന്വേഷണം വന്നിട്ടുള്ളൂ. അതിന്റെ മോഷണം മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. മഞ്ജുഷ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്നറിയോ? നമ്മുടെ നാട്ടിൽ ഒരു കളവ് നടന്നാൽ എല്ലാവർക്കും ഒരു ബോധ്യമുണ്ട്. എന്താ ബോധ്യം? എത്ര പോയി കളവ്, എത്ര നഷ്ടപ്പെട്ടു? ഇവിടെ സ്വാമി അയ്യപ്പന്റെ മോഷണം പോയ സ്വർണത്തിന്റെ കണക്ക് ഇപ്പോഴും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവർക്ക് പറയാൻ സാധിക്കുന്നില്ലെന്നേ. കൃത്യമായിട്ട് എത്ര റിപ്പോർട്ട് പുറത്തു വന്നു? നാളിതുവരെ ശബരിമലയിൽ നിന്ന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറയുന്ന 2-3-4 ദേവസ്വം ബോർഡുകളും ദേവസ്വം മന്ത്രിമാരും ഇവരൊക്കെ കൂടെ കട്ട സ്വർണത്തിന്റെ കണക്കിനെ പറ്റി ഇപ്പോഴും ദേവസ്വം ബോർഡിന് കൃത്യമായൊരു കണക്കുണ്ടോ? ഒരിടത്തൊരു മോഷണം നടന്നാൽ ഇത്ര മോഷണം പോയെന്ന് നമുക്ക് അറിയാൻ സാധിക്കണ്ടേ? ഞാനതാ സൂചിപ്പിച്ചത്, ഈ സംസ്ഥാനത്തെ പ്രബല വിഭാഗത്തിന്റെ ആരാധനാലയങ്ങളിൽ നടക്കുന്ന ഈ കൊള്ളയുണ്ടല്ലോ, അവിടെ കണക്കില്ലെന്നേ. ശരിയാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ എത്ര കിലോ സ്വർണം മോഷണം പോയി എന്ന കാര്യത്തിൽ ഇതുവരെ അന്വേഷണത്തിൽ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഇവിടെ തന്നെ സുമാർ 2 കിലോയോളം സ്വർണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ റിമാൻഡ് റിപ്പോർട്ട്. നേരത്തെ 1.5 കിലോ എന്നായിരുന്നു ദേവസ്വം വിജിലൻസ്. അപ്പോൾ അതിന് കണക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പോറ്റി തിരികെ എത്തിച്ചത് 394 ഗ്രാം. പിന്നെ അത് കഴിഞ്ഞ ദിവസം കൂടെ പൂശിയതും കൂടെ കൂടെയാണ് 405, 406, 407 അത്രയും ഗ്രാം സ്വർണമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് സ്ഥാപിച്ച സ്വർണ്ണപ്പാളിയിൽ അത്രയേ ഉള്ളൂ. അതായത് ഒരു 51 പവൻ സ്വർണം കാണും ഇപ്പോൾ ഇന്ന് സ്ഥാപിച്ച സ്വർണ്ണപ്പാളികളിൽ. അതായത് അവസാനത്തെ ഒരു കണ്ടെത്തൽ 2 കിലോയിൽ നിന്ന് ഇപ്പോൾ അതായത് 250 പവനിൽ നിന്നാണ് ഈ 50 പവനായിട്ട് കുറഞ്ഞിരിക്കുന്നത് ആ സ്വർണ്ണപ്പാളികളുടെ. അതൊരു ചെറിയ കണക്ക് മാത്രമാണ്, അതിനേക്കാൾ വലുതായിരിക്കും എന്നാണ് അല്ലേ. 5 കിലോ വരെ ഉണ്ടായിരുന്നു അവിടെ 1991 ഇതേ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികളിലുള്ള സ്വർണത്തിൻ്റെ അളവ്. അത് തനി തങ്കമായിരുന്നു എന്നൊക്കെ അന്നത്തെ ആളുകൾ പറയുന്നുണ്ട്. ഇതിനൊന്നും കൃത്യമായ രേഖകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡില്ല. പിന്നെ എൻ്റെ ഒരു സംശയം, ശ്രീ അനിൽ വിളയിൽ, ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്നത്തെ 2019 ഭരണസമിതി ഈ കേസിൽ പ്രതിയല്ലല്ലോ, അത് ഇതുവരെ പ്രതിയാക്കിയിട്ടില്ല. അത് ആ കട്ടിളയുടെ കാര്യത്തിൽ മാത്രമല്ലേ പ്രതിയായിട്ടുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത കേസിൽ വന്നിട്ടില്ല. അപ്പോൾ അവർ ഇതുവരെ ഈ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ, അല്ലേ അനിൽ? അതെ, തീർച്ചയായിട്ടും. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ അദ്ദേഹത്തിനെ രഹസ്യ കേന്ദ്രത്തിലൊക്കെ താമസിപ്പിച്ചു എന്നുള്ളത് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് റാന്നിയിലെ കോടതിയിലും ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിലേക്ക് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ലല്ലോ ഇതിനകത്തെ കുറ്റക്കാരൻ. ഇനിയും വലിയ വലിയ കൃഷ്ണന്മാരെയൊക്കെ പിടിക്കാനുണ്ട്. അവരിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ മഞ്ജുഷ്, നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം ശബരിമലയിലെ സ്വർണം മോഷണം പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി അല്ല നമ്മുടെ ചർച്ചാ വിഷയം. മോഷണം പോയിട്ടുണ്ട്, അതിന് വേറെ ചർച്ചയുടെ ആവശ്യമില്ല. മോഷണം പോയിട്ടുണ്ട്. അതെ, ലോകത്തുള്ള ഈ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള എല്ലാവരും ശ്രീ റെജി ലൂക്കോസ് ഉൾപ്പെടെ സമ്മതിച്ചു കഴിഞ്ഞ വസ്തുതയാണ് സ്വർണം മുച്ചൂടും മോഷണം പോയി എന്നുള്ളത്. ഇനി നമുക്കിതിന്റെ ട്രയൽ അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയാണ് വേണ്ടത്. നമ്മൾ നോക്കൂ ശ്രീ മഞ്ജുഷ്, ഒരു ക്രിമിനൽ കേസിൽ ഉണ്ടാകുന്ന 4-5 ഘട്ടങ്ങളുണ്ട്. ഒരാള് ഒരു ക്രിമിനൽ കേസിൽ, പ്രത്യേകിച്ച് മോഷണം പോലെയുള്ള ഇതിനകത്തൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ് നടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാള് രാത്രിയുടെ മറവിൽ പോയി സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോയി എന്നുള്ളൊരു കേസല്ല ഇത്. ഇതൊരു ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഒരു ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ചാണെങ്കിലും എവിഡൻസ് ആക്ട്, ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ചാണെങ്കിലും കുറെ ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇന്റൻഷനാണ്. രണ്ടാമത്തേത് കോൺസ്പിറസി ആണ്. മൂന്നാമത്തേത് പ്രിപ്പറേഷൻ ആണ്. നാലാമത്തെ എക്സിക്യൂഷൻ ആണ്. അഞ്ചാമത്തെ സബ്സീക്വന്റ് കോണ്ടക്ട് ആണ്. ഈ 5 കാര്യങ്ങൾ പ്രൂവ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ എന്താണ്? ഇന്റൻഷൻ. ഇപ്രകാരം ഒരു മോഷണം നടത്തണം എന്നുള്ള ഉദ്ദേശം
അല്ലെങ്കിൽ ആഗ്രഹം, ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ടല്ലോ, ഇപ്രകാരമുള്ള മോഷണം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കരുതലോടും കൂടി പ്രതി പ്രവർത്തിച്ചു. ഇന്റൻഷൻ ആർക്കാണ് ആദ്യം ഉണ്ടായത്? അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണോ? അത് പത്മകുമാറിനാണോ? അത് വാസുവിനാണോ? തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യത്തെ ഘട്ടത്തിൽ തെളിയിക്കപ്പെട്ടത്. ഇന്റൻഷൻ തെളിയിക്കപ്പെടണം. രണ്ടാമത്തേത്, അപ്രകാരം ഇന്റൻഷൻ ഉണ്ടായ കക്ഷി ആരൊക്കെയുമായി ചേർന്നാണ് ഇതിന്റെ ഗൂഢാലോചന, കോൺസ്പിറസി നടത്തിയത്? അതിനകത്ത് ആരൊക്കെ ചേർന്നു? ചെന്നൈയിലുള്ള വ്യക്തികളുണ്ടോ? ബാംഗ്ലൂരിലുള്ള വ്യക്തികളുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളുടെ കോൺസ്പിറസി അവരെയൊക്കെ പ്രതിയാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതിനകത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവരുടെ അനുമതിയോടെ എന്ന് പറയുന്നുണ്ട്. അധികൃതർ എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥരല്ലല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭരണസമിതിയാണ്. അല്ല, ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി അറിയാതെ ഇതൊന്നും നടക്കുകയില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ സാങ്കേതികമായിട്ടൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമായോ ആയിരിക്കും. ഇപ്പോൾ തിരുവിതാംകൂർ ഈ ശബരിമലയിൽ നടക്കുന്ന വികസനങ്ങളുടെ എല്ലാം അതിൻ്റെയൊക്കെ ക്രെഡിറ്റൊക്കെ ഇവർ തന്നെയാണല്ലോ അടിച്ചെടുക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മിടുക്കുകൊണ്ടാണ് സംഭവിച്ചത്, അത് സർക്കാരിൻ്റെ മിടുക്കാണ്, ഇതൊക്കെ അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞാണ്. പക്ഷേ കൊള്ള വരുമ്പോൾ ഞങ്ങൾക്കിതിൽ പങ്കാളിയല്ല എന്ന് പറഞ്ഞ് അവർക്ക് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെയുള്ള കാര്യം, ഈ വർഷവും ഇത് കൊണ്ടുപോയല്ലോ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന്. ആ സമയത്ത് എന്താണ് പറഞ്ഞിരുന്നത്? പ്രശാന്തൊക്കെ വലിയവായിൽ പറയുന്നുണ്ടായിരുന്നു, എല്ലാം സുതാര്യമായിരുന്നു, അങ്ങനെയാണ് കൊണ്ടുപോയത് എന്ന്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസെടുക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ വകുപ്പ് തന്നെ ഈ പ്രിമൈസിൽ നിന്ന്, ശബരിമലയിൽ നിന്ന് ഇത് മറ്റു സ്ഥലത്തേക്ക് കടത്തി എന്നുള്ളതാണ്. അപ്പോൾ കടത്താൻ കൂട്ടുനിന്നത് ആരാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭരണസമിതിയുടെ അറിവോടുകൂടിയാണ്. കാരണം പ്രശാന്തൊക്കെ പറഞ്ഞല്ലോ, ശരിയാണ്, സുതാര്യമായി ഞങ്ങൾ കൊണ്ടുപോയി എന്നാണ് ചെന്നൈയിലേക്ക്. അത് പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതല്ല, ഞങ്ങൾ കൊടുക്കുകയായിരുന്നുവെന്ന്. അങ്ങനെ കൊണ്ടുപോകാനേ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ ക്രൈം. അപ്പോൾ ഇവരെല്ലാം അത് ഇൻവോൾവ് ആകേണ്ടതാണ്, അവരുടെ പങ്കാളിത്തം അവിടെ അന്വേഷിക്കേണ്ടതാണ്. ശ്രീ MK ഹരിദാസ്, ഇപ്പോഴത്തെ അന്വേഷണത്തിൽ താങ്കൾക്ക് തൃപ്തിയുണ്ടോ? ഇതില് എനിക്ക് ആദ്യം തന്നെ ഇവിടെ ഈ മതേതരം എന്നുള്ളൊരു വാക്ക് റെജി ലൂക്കോസ് ഉപയോഗിച്ചതില് ഒരു മാന്യനായ, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് വായിക്കാൻ ശ്രീ അനിൽ വിളയിൽ വല്ലാണ്ട് അസ്വസ്ഥനായിട്ട്, സർ അങ്ങനെ പറയരുത്. ശബരിമല ഒരു മതേതര ക്ഷേത്രം തന്നെയാണ്. ഞാനും റെജി ലൂക്കോസും എല്ലാ ചർച്ചയിലും എതിരാണ്. കാരണം ക്ഷേത്രമാണ് ശബരിമല. താങ്കളല്ല പറഞ്ഞിരിക്കുന്നത്. താങ്കൾക്ക് മുൻപ് സംസാരിച്ച വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ശബരിമല ഒരു മതേതര ക്ഷേത്രമാണ്. കാരണം എനിക്ക് 65 വയസ്സുണ്ട്. ഈ 65 വയസ്സിൽ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിടത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അഹിന്ദുക്കൾക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. പക്ഷേ ശബരിമലയിൽ മാത്രം ഞാൻ അങ്ങനെ ഒരു ബോർഡ് കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, എന്റെ സുഹൃത്തുക്കളായ ഒരുപാട് മുസ്ലിം സഹോദരന്മാരും ഒരുപാട് ക്രിസ്ത്യൻ സഹോദരന്മാരും ഈ ശബരിമലയിൽ എല്ലാ വർഷവും പോകുന്നത് എനിക്കറിയാം. അപ്പൊ റെജി ലൂക്കോസ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിൽ കടിച്ചു തൂങ്ങരുത് ദയവ് ചെയ്തിട്ട്. ഈ ചർച്ച ഒരു മതേതരം അല്ല എന്നുള്ള നിലയിലേക്കല്ല, ഒരു വലിയ കൊള്ളയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. മഞ്ജുഷ, ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക. ഇവിടെ റെജി ലൂക്കോസ് വളരെ ഇതായിട്ട് പറഞ്ഞു, ഒരു ഫ്രോഡ് എങ്ങനെ ഈ ദേവസ്വത്തിന്റെ ഇത്തരം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യത്തക്ക തോതിൽ നുഴഞ്ഞു കയറി. റെജി ലൂക്കോസ് അതിന് മറുപടി പറയേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ്. കാരണം 2016 ശേഷമാണ് ഈ ഫ്രോഡ് ഇതിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ശബരിമല ക്ഷേത്രത്തിന്റെ മൂല്യങ്ങളായിട്ടുള്ള വസ്തുക്കൾ എവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നതും ക്രയവിക്രയം ചെയ്തിരിക്കുന്നതും. മഞ്ജുഷ് വിശ്വസിക്കുന്നുണ്ടോ ഈ കസ്റ്റഡിയിലായ ശേഷം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡ് കസ്റ്റഡിയിലായ ശേഷം അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ അറിയുമോ, ഞങ്ങൾ അറിയുമോ? ആരും അറിയാൻ പോകുന്നില്ല. കാരണം അതിനുള്ള ഉദാഹരണമാണ് കരുവന്നൂർ കൊള്ള. 400 കോടി രൂപയുടെ കൊള്ള നടത്തിയിട്ട് ഒരു തെളിവ് പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഉന്നതരെ കൊടുക്കത്തക്ക തോതിൽ ബാക്കി വെക്കാത്ത ഒരു സംസ്കാരം കൊണ്ടു നടക്കുന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു ഭരണം കേരളത്തിൽ നടക്കുമ്പോൾ സ്പ്രിംഗ്ലർ കുംഭകോണം എന്തായി മഞ്ജുഷേ? എന്തെങ്കിലും ഒരു വിവരം പുറത്തു വന്നോ? ആ സംഭവം നടന്നതാണ് എന്നുള്ളത് സ്പ്രിംഗ്ലർ കരാർ റദ്ദ് ചെയ്തുകൊണ്ട് സർക്കാർ കുറ്റസമ്മതം നടത്തി. ഇനി ആഴക്കടൽ മത്സ്യബന്ധനം, ആ കേസിൽ എന്തായി? ആ കരാർ റദ്ദ് ചെയ്തു. എന്തെങ്കിലും വിവരം പുറത്തു വന്നോ? കക്കാൻ അറിയുന്നവർക്ക് നിൽക്കാൻ അറിയാമെന്ന് പറയുന്നതാണ് CPM-ന്റെ നയം. അതുകൊണ്ട് തന്നെ CPM ഈ സംഗതിയിൽ CPM-ന്റെ ഉന്നത നേതാക്കൾക്കുള്ള എല്ലാ തെളിവുകളും തേച്ചുമാറ്റി കളഞ്ഞുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാരറ്റുമില്ലാത്ത ഒരു സ്വർണ്ണക്കള്ളനെ പിടിച്ചിട്ട് ഈ അന്വേഷണ സംഘത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതൊന്നും നമ്മൾ അറിയാൻ പോകുന്നില്ല. ഇനി ഇവിടുത്തെ ദേവസ്വങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുഷെ, ഒരു മിനിറ്റ് എനിക്ക് സമയം തരണം. ഈ ശബരിമല ദേവസ്വത്തിലല്ല മഞ്ജുഷെ, എല്ലാ ഹിന്ദു ദേവാലയങ്ങളിലും ദേവസ്വം എന്ന പേരിൽ നടത്തുന്ന ഈ കൊള്ള സംഘം നടത്തുന്നത് അങ്ങേയറ്റം കൊള്ളയാണ്. ശബരിമലയിലെ 2000-ന്റെയും 1000-ന്റെയും നോട്ടുണ്ടായിരുന്ന കാലത്ത് എന്നോട് വളരെ വിശ്വസ്തനായിട്ട് ആ ഭണ്ണാരം എണ്ണുന്നതിൽ പങ്കാളിയായ ഒരു വ്യക്തി പറഞ്ഞത് എന്താണെന്നറിയോ?
1000-ന്റെ 2000-ന്റെ നോട്ട് ഈർക്കിൽ വണ്ണത്തിൽ ചുരുട്ടാൻ പഠിപ്പിച്ച ശേഷമാണ് അതിൽ പങ്കാളിയാക്കുക എന്ന്. ഈ 2000-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഈർക്കിൽ വണ്ണത്തിൽ ചുരുട്ടി അത് പുറത്തേക്ക് കടത്തുക. ഓർമ്മ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല മഞ്ജുഷനെ. ഒരു 10 കൊല്ലം മുമ്പ് ഈ ഷോൾ പുതച്ച് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു സുഹൃത്തിന്റെ കയ്യിൽ 5 2000-ന്റെ നോട്ടായിരുന്നു. അന്ന് 2000-ന്റെ നോട്ട് നിരോധിക്കുന്നതിനേക്കാൾ മുമ്പ്. അപ്പോൾ ഇതൊക്കെ ശബരിമല എന്നല്ല, എല്ലാ ക്ഷേത്രങ്ങളും, ഹിന്ദു ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചിട്ട് ദേവസ്വം ബോർഡ് എന്ന കൊള്ളസംഘം നടത്തുന്ന, എന്തിന്, ഞാൻ ഗുരുവായൂരുകാരനാണ്, മിണ്ടാപ്രാണികളായ ആനയ്ക്ക് നൽകുന്ന പനമ്പട്ട വിതരണം ചെയ്യുന്ന വിതരണക്കാരനുമായിട്ടുള്ള അവിഹിത കരാറുകളിലൂടെ പോലും നമ്മുടെ ഈ ക്ഷേത്രങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പൈസ സമ്പാദിക്കുന്നുണ്ട്. ഇനി മഞ്ജുഷിന് ഒരു കാര്യം അറിയോ? എൻ്റെ ഒരു കേസ് നടക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ. ഏത് സമയത്തും വിധി വരാം. 1 മാസത്തിനുള്ളിൽ വിധി വരും. എനിക്ക് നല്ല സന്തോഷമുണ്ട്. 1.5 കൊല്ലം മുമ്പ് ആ കേസ് ഞാൻ കൊടുത്തത് എന്താ വെച്ചാൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെയും കീഴിലുള്ള ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ, സ്വർണങ്ങൾ, വജ്രാഭരണങ്ങൾ, രത്നാഭരണങ്ങൾ, ഭൂമി തുടങ്ങിയവയുടെ മൂല്യനിർണ്ണയം നടത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു വിവരാവകാശ അപേക്ഷ അയച്ചപ്പോൾ ഇത്ര കിലോ സ്വർണമുണ്ട്, ഇത്ര കിലോ വെള്ളിയുണ്ട്, ഇത്ര ഭൂമിയുണ്ട്, ഇതിന്റെ ഒന്നും മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് മഞ്ജുഷ് 3ാമതായി പറയുന്നു. അന്ന് ഈ വസ്തു, ഇപ്പൊ ഈ നമ്മുടെ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ആ വസ്തുവിന്റെ മൂല്യം നിർണയിച്ചിരുന്നുവെങ്കിൽ ഇന്നത് ചെമ്പാണെന്ന് പറയാൻ ഇത് മോഷ്ടിച്ചവർക്ക് പറ്റില്ല. ഉദാഹരണത്തിന് അന്ന് ആ ഇതിന് 1.5 കോടി വിലയുള്ള ഒരു പൊതിച്ചിലാണ് ഈ ദ്വാരപാലക ശില്പത്തിന് നടത്തിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇന്ന് അത് കേവലം 45,000 രൂപ വരുന്ന ചെമ്പാണെന്ന് പറയാൻ പറ്റുക? അപ്പൊ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ മൂല്യനിർണ്ണയം നടത്താതെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ശരിയാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോഴത്തെ ഇതുവരെയുള്ള അന്വേഷണം ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങി നിൽക്കുകയാണ് പോറ്റിയിലും. അതിനപ്പുറത്തേക്ക് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലല്ലേ, ഇവരെല്ലാം പങ്കാളികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഭരണസമിതിയാണെങ്കിലും അതിൽ മന്ത്രിമാർ പോലും പങ്കാളികൾ എന്ന് പറയില്ല. അവർക്കൊക്കെ ധാർമ്മികമായ ഉത്തരവാദിത്വമെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടാവുമല്ലോ. കടകംപള്ളി ആണെങ്കിലും VN വാസവനാണെങ്കിലും. കാരണം ശബരിമലയുടെ പേരിൽ ബേനി നടിച്ചവരാണ് ഇവരൊക്കെ. കേരളത്തിന് പുറത്തുള്ള ഓരോരുത്തരുടെയും നാളിലെ അവർക്ക് പുഷ്പാഞ്ജലി കഴിച്ചിട്ട് പ്രസാദം അയച്ചു കൊടുക്കുന്ന ഒരു ലോബി ശബരിമലയിലും ഗുരുവായൂരും പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലല്ല, കേരളത്തിന് പുറത്തുള്ളവർക്ക്. ഇതൊക്കെ ഇവിടുത്തെ ഈ ദേവസ്വം വിജിലൻസിന് കൃത്യമായിട്ട് അറിയാം. അതായത് 4 പൂവും കുറച്ച് ചന്ദനവും കൂട്ടിയിട്ട് ഒരു പാർസൽ അയക്കുന്നതിന് 1000 രൂപയാണ് ഒരു ചന്ദനപ്പൊടി ഒതുക്കും. പോറ്റിയിലും ഏതാനും ഉദ്യോഗസ്ഥരിലും ഒതുക്കും. ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ സർവീസിൽ അവശേഷിക്കുന്നവർ 2 പേരായിരുന്നു. 2 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറമൊന്നും ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എത്രയോ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ. മഞ്ജുഷെ, ഞാൻ മുമ്പേ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ലായിരുന്നു. എനിക്ക് റജി കഴിഞ്ഞിട്ട് പറയാം. ആനിലെ റജി. അല്ല മഞ്ജുഷ, ഇവിടെ ഹരിദാസ് സാർ പറഞ്ഞ ഏറ്റവും നല്ല സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു തിരുത്തുണ്ട്. 2017 ഇയാൾ ശബരിമല വന്ന് കൂടുന്നത്. അയാൾ 2007 മുതൽ അവിടെ ഉണ്ട്. 2007 അവിടുത്തെ സംഭവം നടന്നത് 2019 ഞാൻ അതിന്റെ ഈ വിഷയത്തിൽ ഹരിദാസ് സാർ ഈ വിഷയത്തിൽ കൃത്യമായ കർശനമായ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. അത് മഞ്ജുഷ് അറിയാം. എല്ലാ ചാനലുകളിലും ആരെ സംരക്ഷിക്കുന്ന ഒരു വാക്ക് എന്റെ വായിക്ക് വന്നില്ല. കാരണം ശബരിമല അവരൊക്കെ എത്ര മതേതരമല്ലെന്ന് പറഞ്ഞാലും നമ്മളെപ്പോലുള്ളവരെല്ലാം ബഹുമാനിക്കുന്നത്. ഞാൻ ശബരിമല സന്ദർശിച്ചിട്ടുള്ള ആളാണ്. D. വീരേന്ദ്രൻ, P. ബാലേന്ദ്രൻ എന്ന് പറയുന്നത് എന്റെ നാട്ടിന്റെ അടുത്ത് അവർ താമസിച്ചോട്ടത് ഒരു കാലത്ത് മഹാത്മാ യൂണിവേഴ്സിറ്റി. ഞങ്ങൾ എല്ലാവരും കൂടി അന്ന് അവിടെ എത്തിയത്. അത് പോട്ടെ. ഇയാൾ 2007 എത്തുന്നത്. അയാള് അവിടുത്തെ മേൽശാന്തിയുടെ ഒരു പരികർമ്മിയായിട്ടാണ് അവിടെ കൂടിയത്. 2017, 2015, 2014, 15, 16 കാലഘട്ടങ്ങളിൽ അല്ല 2014, 15, 16 കാലഘട്ടങ്ങളിൽ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട അന്തരിച്ച പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പം അയാൾ അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതും അവിടെ നിൽക്കുന്നതിന്റെ നിരവധി ചിത്രങ്ങളും വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലുണ്ട് ഈ സാധനം. അപ്പം അയാളുടെ തേരോട്ട് അവിടെ നടന്നത് ഈ കാലഘട്ടത്തിലല്ല. അതിനകത്ത് ഇടതു വർഷത്തിന്റെ ഭരണത്തിലും വലതുപക്ഷത്തിന്റെ ഭരണത്തിലുണ്ട്. ഞാൻ സമ്മതിക്കുന്നു. ഈ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലാകുന്നതിലാണ്. എത്രയും വേഗം അതിന് ബോർഡ് പ്രസിഡന്റ് അല്ല ആരാണേലും, ഇനി അവർ തെറ്റുകാരാണ് അവരാണെങ്കിലും അവരെ എന്തായാലും പ്രതികരണത്തിനുണ്ട്. 2 ബോർഡ് പ്രസിഡന്റുമാരും 2 ബോർഡ് അംഗങ്ങളെ പ്രതികരണത്തിനുണ്ട്. അന്വേഷണം അവരിലേക്ക് നടക്കും. ഒരു തർക്കവുമില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ കള്ളന്മാർ ആരെയാലും അവർ പങ്കാളികളാണെന്നുള്ള പ്രജുഡീസ് ആയിട്ടൊന്നും ഞാൻ ചർച്ചയ്ക്ക് തയ്യാറില്ല. പത്മകുമാരൻ ഘട്ടത്തൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അതാണ് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ഇയാളുടെ വായിൽ നിന്നൊരു വാക്ക് വന്നത് വളരെ റിലവന്റ് ആയിട്ടുള്ള വാക്ക് അയാൾ പറഞ്ഞത്, എന്നെ കുടുക്കിയവർ. ആ എന്നെ കുടുക്കിയവർ നിയമത്തിന് മുമ്പിൽ വരുമ്പോൾ അന്വേഷണ ഏജൻസികൾ അവരെ കണ്ടുപിടിച്ചിരിക്കുന്നു പറഞ്ഞത്
ഞാൻ ചില മൊഴികൾ അയാൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളവർ ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം എല്ലാ മൊഴിയൊന്നും മാധ്യമങ്ങളിൽ വരത്തില്ല. മൊഴി പുറത്തു നിങ്ങൾ വരില്ല. എന്തുകൊണ്ടാണ് മൊഴി അത്രയ്ക്കും- പുറത്തു വരില്ല. ആ, മൊഴി പുറത്തു മൊഴി വരില്ല. റെജി, അല്ല ഇത് കേട്ടു. അതായത് അടച്ചിട്ട മുറിയിലാണ് അയാളെ ചോദ്യം ചെയ്തത്. അയാളെ കസ്റ്റഡിയിലെടുത്തവരും എപ്പോഴും മാധ്യമങ്ങൾ അറിയുന്ന മണിക്കൂറുകൾക്ക് ശേഷം. ഇനി കോടതിയിൽ സംഭവിച്ചിട്ട് അറിയാം ഹരിദാസ് സാറേ, കോടതി ഇതിന്റെ സീക്രസി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇയാളുടെ ചോദ്യം ചെയ്ത വിവരങ്ങൾ കോടതിയിൽ പറഞ്ഞു. കോടതിയിലുള്ളവർ മുഴുവൻ ആളുടെ കോടതി പുറത്തു വിട്ടു. എന്നിട്ട് രഹസ്യമായിട്ടാണ് ഇയാളെ പിന്നെ റിമാൻഡ് ചെയ്തതും ഇയാളെ കസ്റ്റഡിയിലേക്ക് കൊടുത്തതും. രഹസ്യമായിട്ടെന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണം എന്താ? ഇതിന്റെ ഡെപ്ത്, ഇതിന്റെ ആഴം ഭയങ്കരമാണെന്നുള്ളൊരു അന്വേഷണ ഏജൻസിക്കും കോടതിക്ക് മനസ്സിലായി. ഹരിദാസ് സാർ ശ്രദ്ധിച്ചേ, പോലീസ് ആവശ്യപ്പെടുന്ന കസ്റ്റഡി ദിവസങ്ങൾ ഇന്ന് വരെ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. 15 ദിവസം ചോദിച്ചിട്ടുണ്ട്, 5 ദിവസം കൊടുക്കും. ഇത് അവർ 14 ദിവസം ചോദിച്ചു, 14 ദിവസം അയാളെ പിന്നെ കസ്റ്റഡിയിലേക്ക് കൊടുത്തു. അയാൾ എനിക്കൊരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്, ഒരു മോളിൽ നിന്നുള്ള സമ്മർദ്ദവും ഈ അന്വേഷണ ഏജൻസിയുടെ മേൽ ചെലുത്താൻ പറ്റത്തില്ല. വിശ്വസിക്കുക. എന്റെ പൊന്നു റെജി ലൂക്കോസ്, നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. എന്ത് മോളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാവില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുമില്ല? അതൊക്കെ വളരെ താങ്കൾ പറയുന്നത് അങ്ങനെ നിഷ്കളങ്കമായിട്ട് അങ്ങനെ മുഖവിലേക്ക് എടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം എങ്ങോട്ടാണ് അന്വേഷണം പോകേണ്ടത്? നിസ്സാര കാര്യമില്ല, ഇതൊരു സ്വർണ്ണ കൊള്ള നടന്നതിന്റെ കാര്യമാണ്. ഇത് കേവലം ഒരു കുറച്ച് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി നന്നാക്കാൻ കൊണ്ടുപോയ വിഷയമല്ല. അതിന് ഇടയ്ക്ക് വേറെയും സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ യോഗദണ്ഡ് കാണാതെ അവിടുന്ന് അറ്റകുറ്റപ്പണി കൊണ്ടുപോയിട്ടുണ്ട്, ജപമാല കൊണ്ടുപോയിട്ടുണ്ട്, മുദ്രമാല കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ പുറത്തു വരണമെങ്കിൽ ഇപ്പോഴിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അവിടെ ഇരുത്തിക്കൊണ്ട് പറ്റുകയില്ല. ഈ പ്രശാന്തൻ എന്ന് പറഞ്ഞ ആളൊക്കെ നല്ല പുള്ളിയാണെന്ന് നമുക്കിപ്പോൾ ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരു കുറ്റാരോപിതൻ തന്നെയാണ് അദ്ദേഹം സമൂഹത്തിന്റെ മുന്നിൽ. കാരണം അദ്ദേഹമാണ് പറഞ്ഞത് എല്ലാം സുതാര്യമാണ് ഞങ്ങളുടെ കാലത്തെന്ന്. സുതാര്യമല്ല എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞില്ലേ? ശബരിമലയിൽ നിന്ന് ഈ വിലപിടിച്ചുള്ള വസ്തുക്കൾ സന്നിധാനത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അത് പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് കൊണ്ടുപോയത് എന്തിനാണ്? അതിൽ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെയാണ്, അതിൽ തിരിമറി നടത്താൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ ചർച്ച ചെയ്യാത്ത വേറൊരു കാര്യം ഞാനൊക്കെ പറയാം. അവിടെ ഹൈക്കോടതി ജഡ്ജി വന്ന് 4 ദിവസം കൊണ്ടാണ് അവിടുത്തെ നിലവറയെല്ലാം ചെക്ക് ചെയ്തത്. രഹസ്യമായിട്ട് ഒരു മാധ്യമപ്രവർത്തനം അവിടെ കേട്ടിട്ടില്ല. ശബരിമല വരുന്ന സ്വർണ്ണം ഈ 10-32 കിലോ അല്ല, 1000കണക്കിന് കിലോ സ്വർണ്ണം ഇത്ര നാളുകളായിട്ട് അവിടെ വന്നിട്ടുണ്ട്. കീഴിയായിട്ടാണ് ഈ ആന്ധ്രയിൽ നിന്ന് സ്വർണം എറിഞ്ഞു കൊടുക്കുന്നത്. അതിലൊക്കെ 241 കിലോ സ്വർണ്ണേ ഉള്ളൂ റെജി ലൂക്കോസ് അവിടെ. ബാക്കി താങ്കൾ പറഞ്ഞത് സത്യമാണ്. അവിടെ വന്നിട്ടുണ്ട് 1000കണക്കിന് കിലോ. ഇപ്പൊ 241 കിലോ സ്വർണമേ അവിടെ ഉള്ളൂ. അതൊക്കെ കോടതിയിൽ സമർപ്പിക്കും, ഹൈക്കോടതിയിൽ സമർപ്പിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും ഡെപ്ത് ആണ് ഈ മോഷണം എന്ന് പറയുന്നത്. നിസ്സാരമല്ല. റെജി, അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഡെപ്ത് ആണെങ്കിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭരണസമിതിക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഈ അന്വേഷണ സമയത്ത് അവിടെ ഞെളിഞ്ഞിരിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? സ്വയം രാജിവെച്ച് ഇറങ്ങി പോവുകയാണ്. ഇതിന് തലപ്പത്തുള്ള VN വാസവൻ എന്ത് യോഗ്യതയാണ്, എന്ത് ധാർമ്മികതയാണുള്ളത് ആ കസേരയിൽ ഇരിക്കുന്നതിന് വേണ്ടി? അദ്ദേഹമാണല്ലോ പറഞ്ഞത് ഇത് അയ്യപ്പ സംഗമ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്തുത്യർഹമായ പ്രവർത്തനമാണ് നടക്കുന്നത്, ദേവസ്വം വകുപ്പ് അതിന് ഉറച്ച പിന്തുണ നൽകുന്നു, ഈ പ്രശാന്ത് എന്ന് പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നല്ല ഒരാളാണ്. ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ ദേവസ്വം മന്ത്രിയാണ്. അപ്പോൾ ഇത്രയും വലിയ കൊള്ള അവിടെ നടന്നു എന്ന് അറിഞ്ഞിട്ടും ആ പദവിയിലൊക്കെ ഇരിക്കാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. ഈ അന്വേഷണം വഴിമുട്ടുന്നത് ഇങ്ങനെയുള്ള ആളുകൾ അവിടെ ഇരിക്കുമ്പോഴാണ്. അവരിലേക്ക് അന്വേഷണം കൊണ്ടുവരാൻ എന്തായാലും സർക്കാർ ആഗ്രഹിക്കുകയില്ലല്ലോ. മഞ്ജുഷ, ദേവസ്വം ബോർഡിന്റെ മന്ത്രി ബഹുമാനപ്പെട്ട VN വാസവൻ അവിടെ മന്ത്രിയായിട്ട് എത്ര ആളായി? അദ്ദേഹം 2024 ദേവസ്വം ബോർഡിന്റെ ചാർജ് എടുക്കുന്നത്. നിങ്ങൾക്കറിയോ? 2025 കഴിഞ്ഞ മാസമാണ് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ പിന്നെയും കൊണ്ടുപോയത്. അതും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. നിങ്ങളൊക്കെ ഫ്രോഡ് എന്ന് പറയുന്നു, നമ്മളെല്ലാം അത് അംഗീകരിക്കുന്നു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ഫ്രോഡിന് ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ചു കൊടുത്തപ്പോൾ ആരായിരുന്നു ദേവസ്വം മന്ത്രി? അന്വേഷിക്കാനൊന്നുമില്ല, അതറിയാം. അതറിയാം. PS പ്രശാന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ദേവസ്വം മന്ത്രി VN വാസവനാണ്. എന്തിനാണ് ഇന്റർഫിയർ ചെയ്യുന്നത്? ഞാൻ ഒരു സെന്റൻസ് പൂർത്തിരിക്കട്ടെ. നിങ്ങൾ VN വാസവനെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് പിൻപോയിന്റ് ചെയ്തുകൊണ്ട് കുറെ ദിവസം കൂടി ചർച്ച വരുന്നുണ്ട്. നിങ്ങൾ അത് ഈ ചർച്ചയുടെ ഞാൻ ഇപ്പോഴും ആ ആഴത്തെ നിങ്ങൾ ലഘൂകരിക്കുക. VN വാസവനിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനാ മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കുക. ആ മന്ത്രി വന്നിട്ട് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചാർജ് എടുക്കുന്നത്. അതിനേക്കാളും വലിയ കൊള്ള അതിന് മുമ്പ് നടന്നിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അതിനെ മാത്രം? 2017 മുതലേ ഉണ്ട്. 2019 ഈ മെയിൽ വരുന്നത്. ആ സമയത്തൊക്കെ ഇടത് ഭരണമായിരുന്നു ഇവിടെ. അന്ന് കടകംപള്ളിയായിരുന്നു മന്ത്രി. അന്ന് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു മന്ത്രി. ചർച്ചയുടെ വിരോധാഭാസത ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു പ്രശാന്തിനെയും VN വാസവനെയും കളയണം എന്ന് പറഞ്ഞത് ചർച്ച ചെയ്യുമ്പോൾ മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനുണ്ട്, A പത്മകുമാർ ഉണ്ട്, N വാസു ഉണ്ട്, R അനന്തഗോപനുണ്ട്. ഇവരുടെ എല്ലാം പേര് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു.
എൻ വാസുവിന്റെ കാലത്താണ് അല്ലല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിൽ ഇമെയിൽ അയക്കുന്നത് ആര്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. അവിടെ ഗ്യാരണ്ടി ഉള്ള ഈ സ്വർണം 2015 അയാളെ കൊടുത്തുവിടാതെ അയാളെ സംശയമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ ഉദ്യോഗസ്ഥന്മാരല്ലേ കൊടുത്തുവിടുന്നത്. അങ്ങനെയാണ് ഇയാളുടെ അഡ്ജസ്റ്റ്മെന്റ് ഇയാളെ കൊടുത്തുവിട്ടാൻ പറയായിരുന്നോ? വ്യത്യാസം എന്തായാലും എത്തിച്ചേരുന്നത് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തന്നെയാണല്ലോ. ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? തിരികെ കൊണ്ടുവരാനാണ് ക്രമക്കേട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറിയില്ലേ വിലപിടിച്ച വസ്തുക്കൾ സന്നിധാനത്ത് നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറിയില്ലേ ശബരിമലയ്ക്ക് ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട്, അദ്ദേഹത്തെ ഇക്കാര്യം അറിയിക്കണമെന്ന്? എന്നിട്ട് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് സുതാര്യമാണെന്ന്? അതെങ്ങനെയാ മഞ്ജുഷ? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കുക. ആദ്യമായിട്ട് 2019 കൊണ്ടുപോകുമ്പോഴാണ് തട്ടിപ്പ് നടന്നത്. അന്നാണ് ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 40 ദിവസത്തെ ഗ്യാരണ്ടി ഇയാളുടെ പേരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രശാന്തിന്റെ അടുത്ത് അത് സ്വർണം മങ്ങി വന്നപ്പോൾ ആ ഗ്യാരണ്ടി പ്രകാരം വീണ്ടും പൂശാൻ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ അയാൾ മെയിൽ അയച്ചപ്പോൾ ഇയാൾ കൊണ്ടുപോകണ്ട, അയാൾ സംശയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ് കൊടുത്തുവിടുന്നത്. കൊടുത്തുവിടാൻ പറ്റില്ല ശ്രീ റെജി ലൂക്കോസ്. താങ്കൾ എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്? അങ്ങനെ എങ്ങനെ കൊടുത്തുവിടാൻ പറ്റും? സന്നിധാനത്തിന് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. 98-ൽ വിജയ് മല്യ വിദഗ്ധരെ കൊണ്ടുവന്ന് അവിടെ വെച്ച് തന്നെയാണ് ഇതിന്റെ പണി മുഴുവൻ നടത്തിയത്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകുന്ന എന്തിനു വേണ്ടിയാണ്? തിരിമറി നടത്തുന്നതിന് വേണ്ടിയാണ്. 2023-ൽ കൊണ്ടുപോയി, യോഗദണ്ഡ് കൊണ്ടുപോയി, മുദ്രമാല കൊണ്ടുപോയി, ജപമാല കൊണ്ടുപോയി. അത് 2025-ൽ ആവർത്തിക്കുന്നു, സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലെന്നേ. 2025-ൽ സ്വർണം പൂശിയതാണ് കൊണ്ടുപോയിരിക്കുന്നത്, സ്വർണ്ണപ്പാളിയല്ല. അല്ല, ഇവയൊന്നും അവരൊന്നും വെളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അറ്റകുറ്റപ്പണിക്ക് വേണ്ടി സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല. അറിയിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ അറിയിച്ചു, എന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേറെ മാർഗത്തിലൂടെ അറിഞ്ഞു. എന്നിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ് പിറ്റേ ദിവസം ഫോൺ ചെയ്ത് അറിയിച്ചു എന്ന്. എന്ത്? ചെന്നൈയിൽ ഇത് എത്തിയതിനു ശേഷം. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ഷാജി രാഘവൻ, റെജി ലൂക്കോസ് പറയുന്ന എല്ലാം സുതാര്യമാണ് ഇപ്പോഴത്തെ കാലത്തെന്നാണ്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. 2019 മുതൽ ഒന്നും ശരിയായ രീതിയിലല്ല പോകുന്നത്. ശ്രീ മഞ്ജുഷ് വളരെ ശരിയായ രീതിയിലാണ് പറഞ്ഞത്. ഈ 2019 ഈ സ്വർണം ഇത് പ്രോസസ്സ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 40 വർഷത്തെ ഗ്യാരണ്ടി പറഞ്ഞു എന്ന് പറയുന്നു. ഈ 40 വർഷത്തെ വാറണ്ടിക്കകത്ത് സ്വർണം ചെമ്പായപ്പോൾ സാമാന്യ നിലയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ചെയ്യേണ്ടത് ചെയ്തോ? ബഹുമാന്യനായ ശ്രീ പ്രശാന്തിന്റെ വീട്ടിൽ നിന്ന് ആ സ്വർണം മോഷണം പോയി എന്ന് ഉത്തമ ബോധ്യം വന്നാൽ അതൊരു കേസ് രജിസ്റ്റർ ചെയ്തൊരു അന്വേഷണമല്ലേ വേണ്ടേ? അതിനുള്ള നടപടിക്രമത്തിലേക്ക് ബോർഡ് പോകണ്ടേ? ഈ ബോർഡ് ഇരുചവി അറിയാതെ അതേ സംവിധാനത്തിൽ തന്നെ ഇപ്പോഴും മത്സര എഴുതി ആരാന്നറിയാം? മുരാരി ബാബു ആണ്. 2018-19 മത്സര എഴുതി ഇതേ മുരാരി ബാബു ആണ്. അപ്പൊ സംവിധാനം അവിടെ അത് സെയിം ആണ്, ഇതിനൊന്നും മാറ്റവും ഇല്ലെന്നേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും ഒരു ബോധ്യമില്ല. ഈ പറയുന്ന പോറ്റിക്ക് ഈ പറയുന്ന ആൾക്കാരുമൊക്കെ ആയിട്ടുള്ള വലിയ ബന്ധം ഇതിനകം സാമൂഹ്യ മാധ്യമങ്ങളിലെ ഫോട്ടോകൾ, അവർ പങ്കെടുക്കുന്ന പരിപാടികൾ, ഇവരുടെ വീടുകളിലെ ചടങ്ങുകളിൽ ഇവരെങ്ങനെ കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പറയുന്ന ആളിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്? അദ്ദേഹം ശബരിമലയ്ക്ക് വേണ്ടി വലിയ കഷ്ടപ്പെടുന്ന ഒരാളാണ്. തമിഴ്നാട്ടിലും ഹൈദരാബാദിലും ഒക്കെ പോയി അയ്യപ്പ സ്വാമിക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത് ആൾക്കാരെ കൊണ്ടുവന്ന് ശബരിമലയെ സഹായിക്കുന്ന ആളാണെന്ന് പറഞ്ഞ ആളാണ് ഈ പ്രശാന്ത് വരെയുള്ളവര്. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ പറയുന്ന കടകംപള്ളി തൊട്ട് ഈ വാസവൻ വരെ ഉള്ള ഇതിനിടയ്ക്കുള്ള മുഴുവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ കാലാകാലങ്ങളിലുള്ള മന്ത്രിമാർ ഉൾപ്പെടെ ഇവരൊക്കെ സത്യത്തിൽ ഇതിനകത്ത് കുറ്റവാളികളാണ്. ഇവർക്കെതിരെ മുഴുവൻ ഇവരെയൊക്കെ പ്രതികളാക്കിയാണ് ഈ കേസ് അന്വേഷിക്കേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ശ്രീ മഞ്ജുഷ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം ഈ ഒന്നുകിൽ കട്ടിളപ്പടിയിലെ അല്ലെങ്കിൽ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളി മോഷണം പോയ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് എവിടെയെങ്കിലും 4-5 പേരെ പ്രതികളാക്കിയിട്ട് കേസ് അവസാനിപ്പിക്കാനുള്ള ശ്രമം ഗവൺമെന്റ് നടത്തും. പക്ഷെ ഇവിടെ ഒരു പ്രതീക്ഷ നൽകുന്നത് SITയുടെ അന്വേഷണമാണ്, കോടതിയുടെ ഇടപെടലാണ്. ഇവിടെ റെജി ലൂക്കോസ് ഒക്കെ കോടതിയുടെ SITയുടെ അന്വേഷണമൊക്കെ പറയുമ്പോൾ ശ്രീ പിണറായി വിജയൻ ഉത്തരവിട്ടിട്ട് വന്ന ഒരു അന്വേഷണം പോലെയാണ് അവരിത് പറയുന്നത്. സാർ, ഇത് കോടതിയാ പറഞ്ഞത്. കോടതിക്ക് ഗവൺമെന്റിനെ വിശ്വാസമല്ല, ദേവസ്വം ബോർഡിനെ വിശ്വാസമല്ല. കോടതി പറഞ്ഞിരിക്കുന്നത് നേരിട്ട് ഞങ്ങൾക്ക് സീൽ വെച്ച കവറിൽ റിപ്പോർട്ട് തരാനാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ദേവസ്വം ബോർഡിനെ ഗവൺമെന്റിനെ ഒന്നും കോടതിക്ക് പോലും വിശ്വാസമില്ല. ഒരു കാര്യം വ്യക്തമല്ലേ, കാലാകാലങ്ങളിലായി മാറി വന്ന 2 മുന്നണികളുടെയും ബോർഡുകൾ ഈ ശബരിമല സന്നിധാനത്തിലും ക്ഷേത്രത്തിലും നടത്തിയ തീവട്ടി കൊള്ളയല്ലേ കോടതി ഇടപെട്ട് സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ജില്ലാ ജഡ്ജിക്ക് സമാനമായ ഒരാളിനെ സ്ഥിരമായിട്ട് അവിടെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് വെച്ചിരിക്കുന്നത്? അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ ഈ കൊള്ള. ഒരു കാര്യം ഞാൻ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. 2018-19 തൊട്ടൊന്നുമല്ല. എന്താണ് ഇവിടെ പലരും പറയാതെ പോയെന്ന് എനിക്കറിയില്ല.
സാർ, ഇവിടെ ഈ കേരളത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. ആ വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് ഇതിനു മുമ്പിരുന്ന UDF-ലെ കോൺഗ്രസിലെ ശ്രീ ശിവകുമാർ, അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനിയൻ ദേവസ്വം ബോർഡിൽ കാട്ടിയിട്ടുള്ള 1,74,00,000 ഉറുപ്പിക വരുന്നതിന്റെ തിരിമറിയുടെ വിജിലൻസ് അന്വേഷണം ഇപ്പോഴും ഉണ്ട് സാർ. ഇത് അപ്പൊ കാലാകാലങ്ങളിലായി വന്ന രണ്ട് മുന്നണികൾ തീവട്ടിക്കൊള്ളയായി ശബരിമല നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പലരും ഈ ശബരിമലയെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ പറയുന്ന മതേതരത്തിന്റെ പടവും പിക്ചറൊക്കെ കൊടുക്കുന്ന ബഹുമാന്യനായ MK ഹരിദാസ് സാർ പറയുന്നത് കേട്ടു അങ്ങനെ പറയരുത്. സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അത് ഈ താങ്കൾ ഒരു മതസ്ഥാപനത്തില് ആ മതസ്ഥാപനത്തിൽ നിരവധിയായിട്ടുള്ള അല്ലെ മറ്റു മതസ്ഥർക്ക് കയറാൻ സാധിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അതൊരു മതേതര സ്ഥാപനമാകുമോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ നാട്ടിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞാനൊരു പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. അതൊരു മതേതര സ്ഥാപനം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കൂ? ഇനി അതുപോട്ടെ, ഈ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ MK ഹരിദാസിനെ സാറിനെ പോലുള്ളവര് നാളെ പറയുമല്ലോ, നാളെ ഈ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും കുറഞ്ഞത് ഹിന്ദു നാമധാരിയെങ്കിലും ആണോ? അങ്ങനെയുള്ളവരിൽ നിന്ന് രൂപപ്പെടുന്നു വരുന്നത് ദേവസ്വം ബോർഡ്. ഈ തരത്തിൽ വിശാലമായ മതേതര കാഴ്ചപ്പാടാണെങ്കിൽ നാളെ മുസ്ലിം ലീഗുകാർക്ക് അവിടെ ദേവസ്വം ബോർഡ് മെമ്പറാകാമല്ലോ സാർ. അപ്പൊ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട സാർ. മതേതരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളെ പോലുള്ളവർ ഇതേപോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് സാർ. കാരണം ഇതേപോലുള്ള സ്ഥാപനങ്ങളിൽ ഈ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ തോന്നിവാസങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഹൈന്ദവമായിട്ടുള്ള അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ ആരാധനാലയങ്ങളിൽ ഇത് ഇവിടെ ശബരിമലയിൽ ഒതുങ്ങുന്നില്ല സാർ. നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അനിൽപിള്ളയിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ദ്വാരപാലക ശില്പങ്ങളിന്മേൽ സ്വർണ്ണപ്പാളികൾ അണിയിക്കുന്ന ഘടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഇതിൽ അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ അല്ല എന്നുള്ളതാണ്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇപ്പോൾ ദ്വാരപാലകരുടെ ശില്പത്തിൽ ഇപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അത് ശബരിമലയുടെ ഖ്യാതി തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ളതായി പോയി. ഇത് അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ ഖ്യാതി ആഗോള തലത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി ഉള്ള ശ്രമം നടന്നു. അതിൽ വിജയിച്ചു എന്ന് അവകാശപ്പെടുന്ന സർക്കാർ തന്നെയാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണപ്പാളി വീണ്ടും ദ്വാരപാലക ശില്പത്തിൽ അണിയിക്കുന്നത് എന്നുള്ള വിരോധാഭാസം കൂടി ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലായതിനാൽ, പിന്നെ വെങ്കടേഷിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥന് അതിന് നേതൃത്വം നൽകുന്നു എന്നതിനാൽ കൂടി ഈ അന്വേഷണ സംഘത്തെ വിശ്വസിക്കാമല്ലോ ശ്രീ അനിൽ പിള്ളയിൽ. ഇതുവരെ ഉള്ള പ്രവർത്തനത്തിലും അങ്ങനെ മോശമെന്ന് പറയുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. അല്ല, ഇതുവരെയുള്ള പ്രവർത്തനം എന്ന് വെച്ചാൽ ആകെ 4-5 ദിവസം മാത്രമായതേ ഉള്ളൂ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയത്. ശ്രീ മഞ്ജുഷ്, ലോകത്തിലെ ഏറ്റവും ഗതികെട്ട ഹിന്ദുക്കൾ ഉള്ള ഒരു ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ കൊച്ചു കേരളമാണെന്നാണ് ഉത്തരം. പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രവുമായി ഉയർന്നു വരുന്ന കാലാകാലങ്ങളിൽ ഉയർന്നു വരുന്ന വിവാദങ്ങളുണ്ട്. ജയമാലയുടെ വിവാദം, എലിവാലിന്റെ വിവാദം, ജപമാലയുടെ വിവാദം തുടങ്ങി ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിൽ വരെ വന്നെത്തി നിൽക്കുന്ന ഈ ശബരിമലയെ വിവാദ കേന്ദ്രമാക്കി നിലനിർത്തുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹിന്ദു അനുഭവിക്കുന്ന പീഡനമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കേസിനകത്ത്. താങ്കൾ, എനിക്ക് തോന്നുന്നു ശ്രീ ഷാജി നായരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്ന് അവിടെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പ്ലേറ്റ് ചെയ്ത് പതിപ്പിച്ചല്ലോ എന്ന്. തീർത്തും മോശമായ ഒരു പ്രവൃത്തിയാണ് ഇന്ന് ശബരിമലയിൽ നടന്നത്. താങ്കൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, കഴിഞ്ഞ ദിവസം വരെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച സാധനം ഇന്ന് കൊണ്ട് ശബരിമലയിൽ വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചോളട്ടെ, 2019 വിവാദവുമായി ബന്ധപ്പെട്ടുള്ള സമാന സാഹചര്യം 2025 എന്ന് വെച്ചാൽ 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ആർട്ടിക്കിളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതിന് എന്താണ് തെളിവ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോറൻസിക് പരിശോധന നടത്തിയിട്ടുണ്ടോ? തൂക്കത്തിലുള്ള വ്യത്യാസം പരിശോധിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാതെ ഇന്ന് ധൃതി പിടിച്ച് ഇന്ന് കൊണ്ടുവന്ന പാളി അവിടെ പതിപ്പിച്ച നടപടി തീർത്തും മോശമാണ്. രണ്ടാമത് അതിനൊരു ആധ്യാത്മികമായ വശമുണ്ട്. ദേവസ്വത്തിന്റെ മാനുവൽ അനുസരിച്ച് എന്തുകൊണ്ടാണ് ശബരിമലയിലെ ഇത്തരത്തിലുള്ള സാധന സാമഗ്രികൾ ശബരിമല ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ വെച്ച് തന്നെ ശരിയാക്കണമെന്ന് പറയുന്നത്? അത് തന്നെയാണെന്നാണ് കേട്ടോ ഇപ്പോഴത്തെ അന്വേഷണം. കോടതി എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഈ 2019 ഉണ്ടായിരുന്നു, അതായത് വിജയ് മല്യ തങ്കം പൂശിയ ആ പാളികൾ തന്നെയാണോ ഇപ്പോഴുള്ളത് എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത് 2019 കൊണ്ടുപോയതിനു ശേഷം തിരികെ കൊണ്ടുവന്നത് വേറെയാണോ, ആ ഉണ്ടായിരുന്ന ഒറിജിനൽ അത് മറ്റാരെങ്കിലും വിറ്റോ എന്നുള്ള കാര്യം ഹൈക്കോടതി ചോദിച്ചതാണ്. പക്ഷേ ഇന്നത്തെ ഈ പ്രാഥമിക അന്വേഷണം, ഇപ്പോൾ ഇന്നത്തെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നത് അന്ന് 2019 ചെമ്പുപാളികൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവ കൊണ്ടുപോയല്ലോ സ്വർണം പൂശുന്നതിന് വേണ്ടി. അപ്പോൾ അതിലുണ്ടായിരുന്ന സ്വർണം സുമാർ 2 കിലോ എന്നാണ് പറയുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്.
അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം പിന്നെ ഒരു 394 ഗ്രാം സ്വർണം അതിൽ പൂശി പിന്നെ നാട് നീളെ ഇങ്ങനെ ഭക്തരുടെ വീടുകളിൽ എത്തിച്ചു. അതിൽ ജയറാമിന്റെ വീടൊക്കെ നേരത്തെ വന്നതാണല്ലോ. എന്നിട്ട് തിരികെ ശബരിമലയിൽ എത്തിച്ചു എന്നാണ്. അപ്പോൾ ആ പാളികളിൽ മാറ്റം വരുത്തിയിട്ടില്ല, സ്വർണം എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി ചന്ദ്രഗ്രഹണ ദിവസം ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സാധനത്തിനെ പറ്റിയാണ്. അതാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ തിരികെ കൊണ്ടുവന്ന് ഇന്ന് അവിടെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്ന നടപടി നിയമപരമായിട്ട് തെറ്റാണ്. അത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അടുത്ത കേസിലെ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആണ് ഇന്ന് കൊണ്ട് അവിടെ വെച്ചിരിക്കുന്നത്. അതിന്റെ തൂക്കം എത്രയാണ്, അതിനകത്ത് ചെമ്പിന്റെ അംശം എത്രയാണ്, സ്വർണത്തിന്റെ അംശം എത്രയാണ്, ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു ഫോറൻസിക്കായ പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അടുത്ത നിയമ പോരാട്ടത്തിൽ പ്രതികളാകുന്നവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. രണ്ടാമത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ദേവസ്വം മാനുവൽ അനുസരിച്ച് ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ കേടുപാടുകൾ പരിഹരിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യേണ്ട ഒരു വസ്തു ഇപ്രകാരം ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് നിയമവിരുദ്ധമാണ്. ഞാൻ തിരിച്ചു കൊണ്ടുവന്ന സാധനം കൃത്യമായി ശബരിമല തന്ത്രിയുടെ അനുജ്ഞ വാങ്ങി പൂജകൾ നടത്തിയതിനു ശേഷമാണോ ഇന്ന് ശബരിമലയിൽ സ്ഥാപിച്ചത്? മറ്റൊരു കാര്യം കൂടി, തന്ത്രിയുടെ കാര്യം പറയുമ്പോൾ തന്ത്രി എല്ലാത്തിനും അനുമതി കൊടുത്തിരുന്നു എന്നാണ് ശ്രീ അനിൽ വിളയിൽ. അപ്പോൾ തന്ത്രിയും ഇതിൽ പങ്കാളിയാകേണ്ടി വരും. അദ്ദേഹം എപ്രകാരമുള്ള അനുവാദം കൊടുത്തു എന്നുള്ളതിനെ പറ്റി ഇതിന്റെ അന്വേഷണം നടക്കണം. കാരണം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടുതൽ ആൾക്കാരിലേക്ക്, വലിയ വലിയ കൃഷ്ണന്മാരിലേക്ക് പോകേണ്ട ഒരു കാലഘട്ടമാണിത്. ഇത് ചിലപ്പോൾ തന്ത്രിയിലേക്കും പോകാം, മേൽശാന്തിമാരിലേക്ക് പോകാം, ദേവസ്വത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരിലേക്ക് പോകാം, ദേവസ്വം മന്ത്രിമാരിലേക്കും ഒക്കെ പോകാം. അതുകൊണ്ട് നേരത്തെ ശ്രീ റെജി ലൂക്കോസ് ചോദിപ്പിച്ചു, ഇതൊരു വലിയ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അങ്ങനെയുള്ള സാഹചര്യത്തില് ഇതിന്റെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമാണെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാമല്ലോ. ആ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ അന്വേഷിക്കാൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ചില പരിമിതികളുണ്ട്. ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണം. അദ്ദേഹത്തിന് നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ അദ്ദേഹം സമ്മതം കൊടുത്തില്ല എങ്കിൽ അതിനർത്ഥം അദ്ദേഹം ആരെയോ രക്ഷിക്കാനാണ്. അദ്ദേഹം തീർച്ചയായിട്ടും സമ്മതം കൊടുക്കാം. എന്താണ് കാരണമെന്ന് വെച്ചാൽ ഇന്ന് അദ്ദേഹം കോടതി വളപ്പില് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട എന്നോടൊപ്പം പ്രവർത്തിച്ചവരെ പറ്റി ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. ആ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണം. ആ നുണപരിശോധനയിൽ കൂടി കൂടുതൽ വ്യക്തമായ ചിത്രം നമുക്ക് ഈ കേസിൽ ബന്ധപ്പെട്ട് കിട്ടും. ഇത് നേരത്തെ ശ്രീ എം കെ ഹരിദാസ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇത് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മാത്രം നടക്കുന്ന മോഷണമല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 1250 പരം ക്ഷേത്രങ്ങളിലും സമാന സ്വഭാവമുള്ള കൊള്ളകൾ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ നാട്ടിലെ, ഈ കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ ഗതികെട്ട ഹിന്ദുക്കളാണ്. അവര് കാണിക്കായി അർപ്പിക്കുന്ന 1 രൂപയും 2 രൂപയും 1 ഗ്രാം സ്വർണവും 2 ഗ്രാം സ്വർണവും ഒക്കെ ഈ മുച്ചൂടും മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ഗതികേടിൽ വലയുന്ന ഈ കേരളത്തിലെ ഭക്തജനങ്ങളെ പറ്റി ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. ശബരിമല എന്ന് പറയുന്ന അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ്, മതേതരത്വത്തിന്റെ കേന്ദ്രമാണെന്നൊക്കെ ഇവിടെ 40 നാഴികയ്ക്ക് 40 വട്ടം ശ്രീ റെജി ലൂക്കോസും ഇപ്പോൾ എം കെ ഹരിദാസ് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ചോദിച്ചോളട്ടെ, മാന്നാർ പരിമല എന്ന് പറയുന്ന സ്ഥലത്തൊരു വലിയ ക്രൈസ്തവ പള്ളിയുണ്ട്. അവിടെ സർവ്വജാതി മതസ്ഥരും പോകുന്നുണ്ട്. അത് പരിമല പള്ളി ഒരു മതേതര ക്രൈസ്തവ പള്ളി എന്ന് ആരും വിശേഷിപ്പിക്കുന്നില്ലല്ലോ. എന്താണ് കാരണം? അതൊക്കെ കൂടുതൽ സ്ഥാപനങ്ങളും അല്ലല്ല ആരാധനാലയങ്ങളും ഒക്കെ മതേതരമാകട്ടെ ശ്രീ അനിൽ വിളയിൽ. അങ്ങനെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു സന്ദേശം നൽകട്ടെ. ശരി ശരി, അതിലേക്ക് നമുക്ക് ചർച്ച പോകേണ്ട. ശ്രീ എം കെ ഹരിദാസ് ശരി ശ്രീ എം കെ ഹരിദാസ് ഇവിടെ ഈ SITയുടെ ഈ റിമാൻഡ് റിപ്പോർട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ അന്ന് 2019 കൊണ്ടുപോയവ തന്നെയാണ്, അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തിട്ടേ ഉള്ളൂ എന്നാണ് സൂചന നൽകിയിരിക്കുന്നത്. സൂചനയല്ല വ്യക്തമായിട്ടും പറയുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് എന്ന് ആർക്കറിയാം? കാരണം ഇത് കൊണ്ടുപോയി ആർക്കെങ്കിലും വിറ്റോ, എന്നിട്ട് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ ഉണ്ടായിരുന്നുവല്ലോ, ഇത് വിറ്റു, യഥാർത്ഥത്തിലുള്ള തങ്കം പൊതിഞ്ഞ പാളികൾ വിറ്റു, പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ചെമ്പ് പാളികൾ, അതിൽ ഈ 394 ഗ്രാം പൂശി പിന്നെ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കോടതിയും ആ സംശയം പ്രകടിപ്പിച്ചതാണ്. പക്ഷെ അതിലേക്കൊന്നും അന്വേഷണം വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഇനിയും. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, എല്ലാറ്റിന്റെയും മൂല്യം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റിന് അർത്ഥമുണ്ടോ മഞ്ജുഷേ? അല്ല, ആര് മൂല്യം നിർണ്ണയിക്കും? ഇനി പഴയ രേഖകളൊന്നും ഇല്ല ശ്രീ എം കെ ഹരിദാസ്. ഈ മഹസറിലൊക്കെ അവിടെ ഇവിടെയും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ. കൊണ്ടുപോകുമ്പോൾ മഹസർ ഉണ്ടാവും, തിരിച്ചു കൊണ്ടുവരുമ്പോൾ മഹസർ ഇല്ല, സ്ഥാപിക്കുമ്പോൾ മഹസർ ഇല്ല. ഇനിയെങ്കിലും ആ മൂല്യനിർണ്ണയം നടത്തണമെന്ന് തന്നെയാണ് ഞാൻ കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ മതേതരം എന്ന വിഷയത്തിൽ എനിക്ക് സംസാരിക്കാൻ 1 മിനിറ്റ് സമയം തരണം.
സുഹൃത്തെ, ഇത് ഇന്ന് കിട്ടിയിട്ടില്ല. ഞാൻ മഞ്ജുഷിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 സുഹൃത്തുക്കളോടുമാണ് പറയുന്നത്, ശ്രീ ഷാജിയോടും ശ്രീ അനിലിനോടും. ഈ മതേതരം എന്ന വാക്ക് വരുന്നത് എങ്ങനെയാണെന്നറിയോ? പരുമല ക്ഷേത്രത്തിലെയും ചെട്ടിക്കാട് പള്ളിയിലെയും സ്വർണ്ണക്കുരിശ് മോഷണം പോയിട്ടുള്ള ഒരു ചർച്ചയില് MK ഹരിദാസ് പങ്കെടുത്താൽ ഞാൻ പറയും അത് മതേതര പള്ളികളാണ് എന്ന് പറയും. പക്ഷെ ഇപ്പൊ അവിടെ നടക്കുന്നത് ശബരിമല ക്ഷേത്രത്തെ കുറിച്ചിട്ടാണ്. 140 കോടി രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 2021 മുതൽ 24 വരെ നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് നൽകിയിരിക്കുന്നത്. താങ്കൾക്ക് കോപ്പി വേണമെങ്കിൽ മഞ്ജുഷിനോട് ചോദിച്ചോളൂ. ഇന്ന് മഞ്ജുഷിന് അയച്ചു കൊടുത്തത് 140 കോടി രൂപ പൊതു ഖജനാവിൽ നിന്ന് നമ്മുടെ നികുതി പണം കൊടുത്തിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ പേരോ ഒരു മുസ്ലിം പള്ളിയുടെ പേരോ താങ്കൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം അതിന്റെ അടിസ്ഥാനപരമായ ഘടകമാണ് ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെക്കാത്ത ഏക ഹിന്ദു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, അത് ശബരിമലയാണ്. അതുകൊണ്ടും ഗവൺമെന്റിൽ നിന്ന് ഇങ്ങോട്ട് പണം പറ്റിക്കൊണ്ടിട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് നിലനിൽക്കെ ആ മതേതരം എന്നുള്ള വാക്ക് 1000 തവണ പറയൂ സാർ, നമുക്കതിൽ അഭിമാനം കൊള്ളണ്ടേ? അല്ലാണ്ട് എന്തിനാ നമ്മൾ അത് മതേതരമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുതാവണത്? മഞ്ജുഷ, ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്, കാലുമാറ്റ രാഷ്ട്രീയക്കാർക്ക് അധികാര കസേര പങ്കിടാൻ വേണ്ടിയിട്ട് ശബരിമല ക്ഷേത്രം ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം വരെ ഈ സർക്കാർ ദുർവിനിയോഗം ചെയ്തതിന്റെ ദൂഷിത ഫലങ്ങളാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ പ്രശാന്ത്? ഈ 140 കോടി രൂപയുടെ കണക്ക് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി മഞ്ജുഷ മനസ്സിലാക്കണം. 41 ലക്ഷം രൂപയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാക്കിയുള്ളത്. 2800 കോടി രൂപയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാക്കിയുള്ളത്. എന്താണ് ഈ ശബരിമല ക്ഷേത്രത്തിൽ ഒരു സീസണിൽ ചുരുങ്ങിയത് 600 കോടിക്കും 750 കോടിക്കും ഉള്ളിൽ വരുമാനം വരുന്ന ശബരിമല ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് ഇത്രയും കുറഞ്ഞ തുക വന്നു എന്ന ചോദ്യത്തിന് മറുപടി തന്നത് എന്താണെന്നറിയോ? 1688 ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടക്കുന്നത് ഇത്തരത്തിൽ ശബരിമല വരുമാനം കൊണ്ടാണ്. പിന്നെ എന്തിനാണ് ഈ 140 കോടി രൂപ സർക്കാരിൽ നിന്നും മറ്റു ക്ഷേത്രങ്ങൾക്കും കൂടി ഇത്തരത്തിലുള്ള ധനസഹായം വാങ്ങുന്നത്? അപ്പൊ ഞാനിവിടെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് മഞ്ജുഷേ, ഇവിടെ മതേതരമായാലും അല്ലെങ്കിലും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ട്, ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡ് കേന്ദ്രീകരിച്ചിട്ട് 1000ന്റെ നോട്ടുകൾ ഈർക്കിൽ ചുരുളുകളാക്കിയിട്ടും 2000ന്റെ നോട്ടുകൾ ഈർക്കിൽ ചുരുളുകളായിട്ടും ഇപ്പോൾ 500ന്റെ നോട്ടുകൾ ഈർക്കിൽ ചുരുളുകളായിട്ടും ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായിട്ടും നടത്തുന്ന കൊള്ളയുണ്ടല്ലോ, ആ കൊള്ള യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത് SIT അല്ല. ആരാണ് ഈ SIT? ഈ SITയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം നൽകുന്നത് ആരാണ്? അവരുടെ മേലാളന്മാരാരാണ്? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇത്തരത്തിലൊരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പിനെ കാണിക്കാതെ കോടതിയിൽ കൊടുക്കില്ല എന്ന് വരുന്നിടത്തോളം കാലം ഇതിന്റെ ഉന്നതരൊന്നും ഇതിൽ പെടാൻ പോകുന്നില്ല മഞ്ജുഷേ. വാസ്തവമുള്ള കാര്യം തന്നെയാണ്, അത് വാസ്തവമാണ്. ആഭ്യന്തര വകുപ്പ് കാണാതെ ഇതൊന്നും ഒരിടത്തും എത്തുകയില്ല. അല്ല, ഇത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഇതിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നതിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാന മന്ദിരത്തിലിരുത്തി കേസുകാരികൾ പഠിപ്പിച്ച് ഭാവിയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആൾക്കാരെ രക്ഷപ്പെടുത്തണം എന്നുള്ളതിനെ പറ്റി ഒരു പഠനം കൊടുത്തു. രണ്ടാമത്തെ സാഹചര്യം എന്താണ്? രണ്ടാമത് 4 ദിവസം അദ്ദേഹത്തിന് നിയമോപദേശം കേരളത്തിലെ പ്രശസ്തരായ ക്രിമിനൽ അഭിഭാഷകരെ കണ്ടുകൊണ്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെന്നുള്ള ഒരു സഹായം കിട്ടാൻ വേണ്ടി 4 ദിവസം അദ്ദേഹത്തിനെ തുറന്നു വിട്ടു. ഈ ഏറ്റവും പ്രധാനപ്പെട്ട 8 ദിവസം നഷ്ടപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്നലെ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത്. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ആ ദിവസത്തെ തിരക്കഥയാണ് ഈ കേസിനെ അട്ടിമറിക്കാൻ പോകുന്നത്. ഇത് വാസവനിലേക്കും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും പോകരുത് എന്നുള്ള ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിനുള്ള മറുപടി അത് ശരിയാണ് റജി, അങ്ങനെയൊക്കെ സംശയിക്കേണ്ടി വരും റജി കഴിഞ്ഞ ദിവസത്തെ ഈ ചെയ്തികളൊക്കെ കാണുമ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇത് തെളിയത്തുള്ളൂ. ഈ ഉണ്ണികൃഷ്ണൻ വലിയ കൃഷ്ണന്മാരൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണുമ്പോൾ ചന്ദ്രനാണെന്ന് തോന്നുന്നവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ആ നിലപാടിൽ തന്നെ ഇരിക്കത്തുള്ളൂ. കാരണം ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥയുണ്ട്. ഇവിടെ ആര് ഭരിച്ചാലും, ഇവിടെ BJP ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഇവിടെ നിയമതാധ്യസ്ഥമായിട്ടല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ബഹുമാനപ്പെട്ട അതിനുള്ളിൽ ഒരു പറഞ്ഞതിനോട് എനിക്ക് മറുപടി. അദ്ദേഹം പറഞ്ഞത്
ആഭ്യന്തര വകുപ്പിനെ കാണിക്കാതെ റിപ്പോർട്ട് കോടതിയിൽ പോയത്. അപ്പൊ ഈ കോടതി എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് വിശ്വാസമില്ല? ഹൈക്കോടതി പറഞ്ഞിട്ടില്ല ആഭ്യന്തര വകുപ്പിനെ കാണിക്കാതെ. അനിലല്ല പറഞ്ഞത്, ഞാനാ പറഞ്ഞത്. കോടതിയിൽ വിശ്വാസക്കേടുമല്ല പറഞ്ഞത്, SIT വിശ്വാസമില്ല എന്നാണ് പറഞ്ഞത്. SIT വിശ്വാസമില്ല. മനസ്സിലാക്കുക, ഹൈക്കോടതിയുടെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഒരു അന്വേഷണം ആഭ്യന്തര വകുപ്പിനെ കാണിച്ചിട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വളരെ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം പറയാം, ഞാനൊന്ന് പറഞ്ഞു കൊടുത്തിരിക്കട്ടെ, എനിക്ക് അധികം സമയം കിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ മതേതരം എന്ന് പറഞ്ഞ വാക്കിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറയാതെ ഈ ചർച്ച അവസാനിപ്പിക്കരുത്. കാരണം ആ വാക്ക് നമ്മൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. എന്റെ നാട്ടിൽ മണർകാട് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ വരുന്നത് നിത്യേന വരുന്നത് ക്രിസ്ത്യാനികളെക്കാളും കൂടുതൽ മുസ്ലിംസും ഹിന്ദുസും. എന്തുകൊണ്ടാണ് അത്? മതം എന്ന് പറയുന്നതിന് മതേതര കോൺസെപ്റ്റ് ആണ് മതത്തിന്റെ ബേസിക് മീനിങ്. കാസർഗോഡ് ഈ വർഷത്തെ നബിദിനത്തിൽ കേരളം കൈയടിച്ച ഒരു അനുഭവം ഉണ്ടായി. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ അറിയോ? കാസർഗോഡ് നബിദിന റാലി നടക്കുമ്പോൾ അവിടുത്തെ ക്ഷേത്രം നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ, ഹിന്ദു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ റാലിക്ക് അഭിവാദ്യം അർപ്പിച്ചു. തീർന്നില്ല, അവര് ഭക്ഷണവും വെള്ളവും കൊടുത്തു. അത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്താ കാരണം? അത് കേരളത്തിന്റെ മതേതര പുണ്യമാ. നിങ്ങൾ അതിനെയൊന്നും അതിനൊന്നും വക്രീകരിക്കേണ്ട. ശരിയാണ്, മതേതരത്വം അത് വലിയ ഒരു അതിനൊരു സംശയമില്ല, അത് നമ്മൾ ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള, ഈ മതേതരത്വം പറഞ്ഞ് ഈ സ്വർണ്ണക്കൊള്ളയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അത് മറ്റൊരു കാര്യം, അത് മറച്ചു വെക്കാൻ പറ്റില്ല. ശരിയാണ്. ഷാജി എന്താണ്? ഇല്ല ഞാൻ ഒറ്റക്കാരിയെ പറയാനുള്ളൂ ആഗ്രഹിച്ചത്. ഈ മതേതരമായിട്ടുള്ള അത് മതേതരത്തിന്റെ വ്യാഖ്യാനം തന്നെ ഒരുപാട് പരിശോധിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാനിവിടെ സൂചിപ്പിച്ചത് എന്താ, മതേതരത്വത്തിന്റെ പേരിൽ ഹൈന്ദവമായ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ള, അതിന് ഈ മതേതരത്വം എന്നുള്ള ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണെന്നേ. അവിടെയാണ് എന്റെ പ്രശ്നം. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ഇത്രയും വലിയ മതേതരമായ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്രയും വിശാലമായ മതേതരമായ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിലേക്ക് ലീഗിലെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എടുക്കുന്നില്ല? അത്രയും ചർച്ചകളിലേക്ക് പോകേണ്ട. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയിലെത്തി ബാക്കിയുള്ള ഉദ്യോഗസ്ഥരിലേക്കും അവരുടെ തലപ്പത്തുണ്ടായിരുന്നവരിലേക്കും ഇപ്പോൾ തലപ്പത്തുള്ളവരിലേക്കും അന്വേഷണം പോകുമോ എന്നാണ് കേരളത്തിന് അറിയേണ്ടത്. എങ്കിൽ മാത്രമേ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുന്നു എന്ന് വിശ്വസിക്കുവാൻ പറ്റുകയുള്ളൂ. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ചോദ്യം ഇതായിരുന്നു, പോറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള തട്ടിപ്പ് മാത്രമോ സന്നിധാനത്തേത്? അതേ എന്ന് വിശ്വസിക്കുന്നവർ 25% മാത്രം, അല്ല എന്ന് 73%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.